Hello everyone, welcome back to a new section. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്റഗ്രേഷൻ 7.2 ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് എക്സസൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Now from this exercise your real integration is going to start there, because you're going to study the first type of integration, that is substitution, integration by substitution. Over here a substitution, as the name suggests itself, like you're going to substitute t or some other variable for a certain term or for a certain thing. Okay, അങ്ങനെ ഒരു particular കുറച്ച് ടേംസിനോ അല്ലെങ്കിൽ വേണ്ടിയിട്ട് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ ഈ എക്സസൈസിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ ഇൻ ടേംസ് ഓഫ് യുവർ എക്സാം. ആൻഡ് ആസ് ഐ ഹാവ് ബീൻ കീപ്പ് ഓൺ ടെല്ലിങ് യു, ഇൻറ്റിഗ്രേഷൻ ഡോണ്ട് മിസ് എനിത്തിങ് ഡിയർ, കീപ്പ് ഓൺ പ്രാക്ടീസിങ് എവറിഥിങ്, ബിക്കോസ് calculus is a very important topic dear, and your integration basically you'll get questions like within like 10 to 15 marks. So basically it's a very quite a bit important portion, so make sure that you practice it well. Okay, so with that note, just continue with exercise 7.2. On to first question. Integrate 2x by 1 plus x square dx. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ യു ഡോണ്ട് ഗെറ്റ് ദിസ് ഇൻ്റഗ്രൽ സൈൻ, ബട്ട് ഐ ജസ്റ്റ് ഹാവ് കെപ്റ്റ് ഇറ്റ് ബിക്കോസ് നമുക്ക് എന്തായാലും ഇൻ്റഗ്രേഷൻ ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഇൻ്റഗ്രേഷൻ സൈൻ ഇട്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഈ ഒരു എക്സസൈസ് എങ്ങനെ തുടങ്ങുന്നത്, അല്ലെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു ഐഡിയ കിട്ടും ആസ് യു കീപ്പ് ഓൺ പ്രാക്ടീസിങ് ഡിയർ. ആസ് ഐ ഹാവ് ടോൾഡ് യു, ലൈക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യലും കേട്ടോ. Now because each questions are little different from the other dear, or it will be like so many questions have been asked in these areas too. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യുക, മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ദ മാക്സിമം ഔട്ട് ഓഫ് ഇറ്റ് ഡിയർ. ഓക്കെ, നൗ ഇൻ ദിസ് ക്വസ്റ്റ്യൻ, അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ പൊതുവെ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് പെട്ടെന്നൊന്നും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ താഴെ ഒറ്റ ടേമാണ്, ഇത് മേളിലും ഇത് താഴെയായിരുന്നെങ്കിൽ എനിക്ക് ഒരുപക്ഷെ വേണമെങ്കിൽ എനിക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കിടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇത് 1/2x എന്നും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ x²/2x എന്നും എനിക്ക് എഴുതിയിട്ട് എനിക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആക്കി എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ താഴെ തന്നെ 1 + x² കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റെപ്പ് എഴുതി കാണിക്കാം. ലെറ്റ് 1 + x², ഞാൻ ഈ കിടക്കുന്ന താഴത്തെ ഫുൾ ടേമിനെ ഞാൻ t ആയിട്ട് എടുക്കുന്നു വെച്ചോളൂ. ഓക്കെ, ഐ എം ജസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ആസ് t. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് പറ്റും? while you differentiate with respect to x, എനിക്ക് എന്ത് കിട്ടും? 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്, x² എന്ന് വെച്ച് കഴിഞ്ഞാൽ 2x ആണ്. എന്നിട്ട് ടിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ dt/dx എന്ന് കിട്ടും അല്ലേ, dt/dx. ഇവിടെ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഇൻ ടേംസ് ഓഫ്, ഇപ്പം ഞാൻ dx ഇവിടെ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് പറ്റും? 2x dx = dt. മിക്കവാറും ടീച്ചർമാർ സ്കൂളിൽ ഇങ്ങനെയാണ് എഴുതി പഠിപ്പിക്കുന്ന പിള്ളേരെ. പൊതുവേ ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് ഡി എക്സിനെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിട്ടാണ്, പക്ഷേ ഇത് പൊതുവെ എഴുതാറില്ല. മിക്കവാറുള്ള ആൾക്കാർ 2x dx = dt എന്ന് പറഞ്ഞിട്ട് എഴുതാറുണ്ട്, റൈറ്റ്? അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാധനം നമ്മളെ ക്വസ്റ്റ്യനിലുണ്ടോ? യെസ്, ഇറ്റ് ഈസ് ദെയർ. 2x dx കണ്ടോ? അപ്പോൾ അതിന് എന്തെഴുതാം? dt എന്ന് എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ when you go for replacing the question as like this by 1 + x² എന്താ? t എന്ന്. ഓക്കെ, മേളത്തത് 2x dx എന്ന് വെച്ച് കഴിഞ്ഞാൽ dt മാത്രമാണ്, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് ജസ്റ്റ് dt ഡിയർ. ഒന്ന് നോക്കിയേ, 2x dxന് പകരം ഞാൻ dt എന്ന് എഴുതി. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ whenever do you do it, everything when you go for a substitution, here you went for t അല്ലേ? അങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടുന്ന സാധനത്തിന് അല്ലെങ്കിൽ കിട്ടുന്ന ആ ക്വസ്റ്റ്യൻ റീപ്ലേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എല്ലാം വുഡ് ബി ഇൻ എ ന്യൂ വേരിയബിൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ടേംസ് ഏതെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ടി മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇവിടെ എഴുതാനല്ല, ഇതിനെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ബിക്കോസ് യു ഓൾറെഡി യു നോ ഇൻറ്റഗ്രൽ ഓഫ് 1/x എന്ന് വെച്ചാൽ എന്തായിരുന്നു? ലോഗാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
1 by t is nothing but log t plus c, dear. Now what? Now you need to substitute back. That is log, ഇവിടെ എന്താ t ക്ക് പകരം 1 plus x square, 1 plus x square. ഇത് മോഡിനകത്ത് എഴുതുന്നു, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്, plus c. This is what you are gonna answer for the first question, dear. ഇതാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്താൽ you will get the answer so fast. അപ്പോൾ ഒരു വേരിയബിൾ ആക്കി അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ആലോചിക്കണം. ഏതിനെ നമ്മൾ ടി ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും മേളിൽ കിടക്കുന്ന ഡി എക്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. താഴത്തെയും വരില്ല എന്നല്ല, അത് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. മേളിൽ കിടക്കുന്ന 2x dx വന്നിട്ട് നമുക്കിവിടെ കിട്ടിയില്ല ഡി ടി ആയിട്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇൻ ടേംസ് ഓഫ് ടി മാറി. എന്നിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, പിന്നെ ടീനെ മാറ്റിയിട്ട് നമ്മളതിനെ എന്താണോ ടി ആയിട്ട് എടുത്തത് അതിനെ നമ്മൾ തിരിച്ചിടുന്നു. ഫൈൻ, ദിസ് ഇസ് ഹൗ യു ഡു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Then move on to the second. Then on to the second one, integral log x by a whole square by x dx. ഇവിടെ നമുക്ക് എന്തെടുക്കും? നമ്മൾ നേരത്തെ നമ്മൾ വന്നിട്ട് താഴത്തെ എടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ഡിഫറൻസിയേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല വൃത്തി അറിയണം. ഓക്കെ, എന്നാൽ മാത്രമേ. ആൻഡ് ഓൾസോ യു നീഡ് ടു നോ ദാറ്റ് ഇപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ ഇങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രേഷൻ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണയും കൂടെ വേണം. ബിക്കോസ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതിനെടുക്കും? നമ്മൾ ലോഗ് എക്സിനെടുക്കും. വൈ? ഐ വിൽ ടെൽ യു ദ റീസൺ. ഇക്വൽ ടു ടി എന്നെടുത്തു. അപ്പോൾ ലെറ്റ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നെടുത്തു. ഞാനിനി ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഞാനിപ്പോൾ എക്സ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 by x. അപ്പോൾ എനിക്കിവിടെ 1 by x വന്നുണ്ടോ? 1 by x. ദെൻ ഒബ്വിയസ്ലി ഐ ടോൾഡ് യു ഡി ടി ബൈ ഡി എക്സ്. എനിക്ക് കഴിഞ്ഞിട്ട് ഡി എക്സിന് നമ്മൾ എന്താ ചെയ്യുമെന്ന് പറഞ്ഞേ ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ഇറ്റ് ഗീവ്സ് മീ actually 1 by x dx is equal to dt. ഇതൊന്ന് നോക്കിയേ, 1 by x dx അതെന്താ? dt. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ എന്തെന്ന് എഴുതാം? ഇൻ്റഗ്രൽ ലോഗ് എക്സിന് പകരം ടി ഹോൾ സ്ക്വയർ ടി സ്ക്വയർ ബൈ ഇതെല്ലാം ഉണ്ടോ? 1 by x dx അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, അവിടെ ഒന്നുമില്ല. ഇവിടെ ആക്ച്വലി ബൈയും ഇല്ല. ഓക്കെ, nothing, because all these things 1 by x dx is gonna be dt, dear. by illa to. Okay, that is equal to idine integrate cheyumbol endu kittum? Power rule plus 1 by 2 plus 1 plus c, dear. When you substitute it back, t enda log x the whole cube by 3 plus c, dear. Okay, sometimes your answer would be given like this: 1 by 3 log x the whole cube plus 3 എന്നൊക്കെ പറഞ്ഞിട്ട് 1 by 3 എന്നും തരാറുണ്ട്. ഓക്കെ, ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഐ മേ റൈറ്റ് ലൈക്ക് ദിസ്. നീഡ് ടു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് 1 by 3 log whole cube plus c, dear. Yeah, this is gonna be the second question's answer. Then moving on to the third. Then on to third question, integral 1 by x plus x log x. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 by x plus x log x. അപ്പം നമുക്ക് കിടക്കുന്ന ടേംസ്, അപ്പം നിങ്ങൾ ആദ്യം ഇങ്ങനത്തെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് മെത്തേഡാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ എന്തായാലും നമുക്ക് ലോഗ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1 by x. അത് താഴെ കിടപ്പുണ്ട്. അതിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുമെങ്കിൽ നമുക്ക് വി ക്യാൻ ഗോ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ ഓവർ ലൈക്ക് ഓവർ ഹിയർ, ഡിയർ. നൗ ഐ ക്യാൻ റൈറ്റ് ദിസ് വൺ ആസ്, can't I take the common here as x? x ഞാൻ എടുത്താൽ what I will get? 1 plus log x dx എന്ന് എനിക്ക് കിട്ടോ? Right? I'll get like this. അപ്പോൾ log x ൻ്റെ 1 by x കിടപ്പുണ്ട്. So that must be the thing which you need to think while doing these type of questions. Okay, അപ്പോൾ ഡിഫറൻഷിയേഷനെയും കാട്ടി കുറച്ചും കൂടെ ഒന്ന് തിങ്ക് ചെയ്യണം, ഏത് മെത്തേഡിൽ കൂടെ വേണം നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം. രണ്ട് രീതിയിലെന്നല്ല, പിള്ളേർ രണ്ട് രീതിയിലെടുക്കും. ഓക്കെ, പക്ഷേ നമുക്ക് വേണമെങ്കിൽ ലോഗ് എക്സ് പ്ലസ് ടി എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാം. ലോഗ് എക്സിനെ നമുക്ക് ടി എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കാം. പക്ഷേ അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ലോട്ട് മോർ കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ ടേം ഒരുമിച്ചെടുക്കാൻ പറ്റുമോ അത്രയും ഒരുമിച്ചെടുക്കുക. സേ ഫോർ ഹിയർ, ഓക്കെ, ഞാൻ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 by x equal to dt by dx അല്ലേ? റൈറ്റ്,
dt by dx എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ഇതിനെ എന്തെഴുതാം? 1/x dx is equal to dt എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഫൈൻഡ് ചെയ്യുക, dt എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ? അപ്പോൾ എനിക്ക് വേണ്ടിയ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. 1/x dxനെ എനിക്ക് dt എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടും. പക്ഷേ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അങ്ങനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെങ്ങനെയായിരിക്കും ഇരിക്കുക? ഇൻ്റഗ്രൽ 1 ഇതിന് ഞാൻ ടി എന്ന് എടുത്തിട്ടില്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് വരുന്നത് 1 + t dt എന്ന് പറഞ്ഞിട്ട് വരും. ഒന്ന് നോക്കിയേ, അങ്ങനെയല്ലേ? ഇൻ്റഗ്രൽ 1/1 + t dt എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെയും ഇറ്റ്സ് ഗെറ്റ് കോംപ്ലിക്കേറ്റഡ് റൈറ്റ് ഡിയർ. അപ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് എന്തൊക്കെ എടുക്കാം അതെല്ലാം നമുക്ക് എടുക്കുക. Over here what I'm gonna do is I'm gonna take let 1 + log x നെ ഞാൻ ഇവിടെ t എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് കിട്ടുന്നുണ്ടോ? 1ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x നമുക്ക് ചെയ്യുമ്പോൾ what I will get here? 1 പോയി 0, log x ന് എന്തെഴുതാം? 1/x dx. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു dt by dx. dx നെ ഇങ്ങ് കൊണ്ടുപോകുമ്പോൾ 1/x dx is equal to dt എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഡിയർ. നമുക്ക് രണ്ട് രീതി ചെയ്താലും നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നില്ലേ? സോ വൈ കാണ്ട് ഐ ടേക്ക് 1 + log x? എന്തിനാണ് നമ്മളിവിടെ log x മാത്രം എടുക്കുന്നത്, കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? ഓക്കെ, അപ്പോൾ 1 + log x. അപ്പം ഇതേപോലത്തെ ഒരു പ്രോബ്ലം വരുമ്പോൾ മാക്സിമം എന്തൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുമോ അത് ഫുൾ എടുത്തിട്ട് വേണം നമ്മൾ ടി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. ഓക്കെ ഡിയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഇതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓക്കെ, ഇൻ്റഗ്രൽ ദെൻ വാട്ട്? 1 + log x ന് 1 + log x ന് എന്തെഴുതാം? ടി എന്ന് എഴുതാം. 1/x dx 1/x dx 1/x dx അതിനെന്തെഴുതാം? dt. സോ ദാറ്റ്സ് ഡൺ. ദാറ്റ്സ് ഈക്വൽ ടു 1/t എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? log t ആണ് പ്ലസ് c. That's equal to log of what? t kenda? t is 1 + log. Appo 1 + log x plus c dear. This is how you do the third question. Moving on to fourth. Integral sin x sin ndagathu cos x then dx dear. This is what our fourth question is. Appo ivide namukku substitution way cheyyumbol namukku edu edukkan pattum? എന്തായാലും നമുക്ക് ബ്രാക്കറ്റിനകത്ത് റൂട്ടിനകത്ത് കിടക്കുന്നത് ഇതൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, അങ്ങോട്ട് ജസ്റ്റ് മനസ്സിൽ വെച്ചിരിക്കുക. റൂട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ സൈനകത്ത് കിടക്കുന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും നമുക്ക് എടുക്കേണ്ടി വരിക. ഇപ്പം നമുക്ക് cos x is equal to t എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? cos x ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് റൈറ്റ്. ഇനി നമുക്ക് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ dt by dx which I can write it as minus sin. ഓക്കെ, ഇവിടെ ഞാൻ ഇവിടെ സൈനും ഡി എക്സും ഇല്ലേ? അപ്പം ഞാനിവിടെ മൈനസ് എടുക്കുന്നില്ല, സൈൻ എക്സ് ഇവിടെ കിടക്കട്ടെ, ഡി എക്സും കിടക്കട്ടെ. ബിക്കോസ് ഐ ഹാവ് ഇറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ, സൈൻ എക്സും ഡി എക്സും. ഇനി ഞാൻ ഈ മൈനസിന് ഇപ്പുറത്ത് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് കിട്ടും? മൈനസ് dt. I hope you are getting that logic, right? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what my question will transform into sin x ന് എന്ത് പറ്റും? sin x dx. ഇതും കൂടെ dt ആണ്, മൈനസ് dt. യാ ഡിയർ. എന്നിട്ട് ഇതിനെന്ത് പറ്റും? സൈൻ ഓഫ് വാട്ട് ഈസ് കോസ് ഇസ് നൗ ടി ഡിയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെനിക്ക് കുറച്ചും കൂടെ ഒന്ന് നല്ലവൃത്തി എഴുതിയാൽ ഇറ്റ് വിൽ ബി മൈനസ് ഔട്ട്സൈഡ് ദെൻ സൈൻ ടി ഡി ടി. അതാണ് അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ എന്താ? സൈൻ എന്താ? മൈനസ് കോസ്. അപ്പോൾ മൈനസ് കോസ് ടി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് സി. എന്താണ് നമ്മളെ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടി ഈസ് നത്തിങ് ബട്ട് കോസ് എക്സ് പ്ലസ് സി ഡിയർ. This is my fourth. Moving on to fifth. Integral sin ax plus b cos ax plus b. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ ഇതേപോലത്തെ എല്ലാ ക്വസ്റ്റ്യൻസിലും ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് ലൈക്ക് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഫോർമുലാസ് ആൻഡ് ഓൾ ഇറ്റ്സ് ക്വൈറ്റ് എ ബിറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിയർ. നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ സൈനും കോസും അടുത്തടുത്ത് വരുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു ഫോർമുലയാണ്
2 sin a അല്ലെങ്കിൽ sin x cos x അതിനെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? എന്തായിട്ട്? sin 2x ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. റൈറ്റ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഫോർമുലയാണിത്, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറുണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താ നമുക്ക് ഇവിടെ കുറവ്? ദർ ഇസ് എ 2 മിസ്സിങ് ഔട്ട്, റൈറ്റ്? സോ വാട്ട് ഐ എം ഗോണ ഡു ഇസ് ദാറ്റ് ഐ എം ജസ്റ്റ് ഗോണ ആഡ്, നമുക്ക് താഴെ മുകളിൽ, ഓക്കെ ഞാൻ മേളിൽ ഒന്ന് ഇട്ടപ്പോൾ ഞാൻ താഴെയും ഒരു 2 ഇട്ടു. sin ax plus b cos ax plus b dx dear. Right? Okay. So what I can write? So I can use the same formula and I can write it as sin 2 ax plus b dx. Okay. ഇതിനെ വേണം നമുക്ക് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സൈൻഡ് ഇപ്പം നമുക്ക് ഇവിടെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആലോചിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം അല്ലാതെ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് ദാറ്റ് ലെറ്റ് 2ax plus b is equal to t എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ 2 is a constant. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a എന്ന് കിട്ടും അല്ലേ? a എന്ന് കിട്ടും. then what do you have here? ഇതിനെ നമുക്ക് dt by dx എന്ന് കിട്ടും. dx ഇപ്പുറത്ത് വരുമ്പോൾ dx is equal to dt. ഇതാ പൊതുവെ എല്ലാവരും എഴുതിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ഞാനും ഇങ്ങനെ എഴുതാം, dx is equal to dt. ഓക്കെ, എന്നിട്ട് what you did here, you just differentiated with respect to x. That's it. Okay, you did this. Then what happens over here is 1/2 ഇൻ്റഗ്രലിൻ്റെ അകത്ത് എന്ത് പറ്റും? ഇപ്പോൾ സൈൻ t, then dxനെ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്കിവിടെ വേണ്ടത്, ഓക്കെ സൈൻ ഇത്രയും സാധനത്തിന് ഞാൻ t എന്ന് എഴുതി, പക്ഷേ dxന് ഞാൻ എന്തെന്ന് എഴുതും? dx is equal to dt by 2a dear. dt by 2a അതായിരിക്കും ഞാൻ ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പം dxന് പകരം എന്താ എഴുതാൻ എനിക്ക്? dt by 2a എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇത് വെളിയിലെടുക്കാം. ദിസ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്, റൈറ്റ്? അപ്പോൾ അത് വെളിയിലെടുക്കുമ്പോൾ 1/4a ഇൻ്റഗ്രൽ sin t dt dear. That is equal to 1/4a. നമ്മൾ sin tൻ്റെ എന്താ? മൈനസ് cos t പ്ലസ് c, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4a, ഒരു മൈനസ് ഉണ്ട് ഇപ്പം, എന്നിട്ട് cos tക്ക് വരെ എന്താ എഴുതാൻ പറ്റുക? ദിസ് ഹോൾ ടേം വിച്ച് ഈസ് ഓക്കെ 2 into ax plus b plus c. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ 2 വെളിയിലിട്ടിട്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1/-4a cos 2 ax plus b plus c dear. That's it. Okay, this is answer for 5th. Then move on to 6th then. On to 6th question. Integral root of ax plus b dx. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ വന്നാൽ, റൂട്ടിൻ്റെ വന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എപ്പോഴും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ നമുക്ക് ചെയ്യാം. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു മേജർ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെൻ യു ഗോ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂട്ടിനകത്ത് കിടക്കുന്നതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ എ എക്സ് പ്ലസ് ബീനെ ഞാനിപ്പോൾ ടി ആയിട്ട് എടുത്തു. ഓക്കെ, then what I'm going to do, the same thing there, differentiating with respect to what x ന് ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a x-ൻ്റെ അത് 1 അല്ലേ? ഓക്കെ, a-ൻ്റെ കിട്ടും. then b is 0 constant. then what you can write? dt by dx, which dx could be taken to this side. പിന്നെ ഓക്കെ, എന്നിട്ട് dx-ന് വേണം എഴുതാൻ. dx ഞാൻ ഇപ്പുറത്തോ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ what I can write? dt by a എന്ന് എനിക്ക് എഴുതാൻ വേണ്ടി പറ്റൂലേ? അങ്ങനെ എഴുതിയാൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്താവും? ഇപ്പോൾ റൂട്ട് ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി, ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഡി ടി ബൈ എ. നൗ ഇൻറ്റഗ്രേറ്റിംഗ് ദിസ് വൺ, ഹൗ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ്? 1/a വെളിയിൽ, ദെൻ 1/2 റൂട്ടിന് നമുക്ക് 1/2 എന്ന് എടുത്തൂടെ? ടി റൈസ് ടു 1/2 ഡി ടി, വിച്ച് വെൻ യു അപ്ലൈ ദ പവർ റൂൾ ഇറ്റ്സ് ഗോണ ഗിവ് മീ t raised to, ഇത് ഒന്ന് ചെയ്തു നോക്കുക. ബിക്കോസ് 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ്
1 3 by 2 അതാണ് ഞാൻ ഇവിടെ എഴുതിയ 3 by 2 3 by 2 plus what your c. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നമുക്ക് നേരെ തിരിച്ചെഴുതാം. സോ 2 by 3a 2 മേളിൽ പോവും 3a then t raised to or t 2 by 3 by 2 plus c dear, which in turn I can write it as what 2 by 3a then what is the value of t? ax plus b whole raised to 2 by 3 by 2 plus c dear. This is your answer for your 6th. Moving on to 7th question. അപ്പോൾ integral x root of x plus 2 dx dear. അപ്പോൾ നമുക്ക് without any hesitation let's see like x plus 2 is equal to 2 നെ ഞാൻ t എന്നെടുത്തു. Then I'm gonna differentiating with respect to x നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ what I will get x 1 അല്ലേ. So actually it will be like this dear, 1 is equal to dt by dx, which in turn I can write dx is equal to, because dx ഇങ്ങോട്ട് പോകും, dx is equal to dt എന്ന് പറഞ്ഞാൽ എനിക്ക് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെ എഴുതിയാൽ your question gives me over here നമുക്ക് ഓക്കെ ഞാനൊരു സ്റ്റെപ്പ് എഴുതാം. അതിന് ശേഷം ഞാൻ എക്സിന് എന്തെങ്കിലും പറ്റുമോ? എക്സിന് പറ്റണം. എക്സ് യു നീഡ് ടു റൈറ്റ് ഇറ്റ് ആസ് വാട്ട്, ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞു വെൻ യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് യു നീഡ് ടു ചേഞ്ച് എവറിത്തിങ് ഇൻ ടു ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ വാട്ട് യു ആർ ടേക്കിംഗ് ഡിയർ. ഓവർ ഹിയർ ഐ ആം ടേക്കിംഗ് ടി. ഞാനിവിടെ ടി എടുക്കുന്നുണ്ട്, എല്ലാം ഇനി അടുത്ത ടീൻ്റെ ഇതിൽ തന്നെ വരണം, അല്ലെങ്കിൽ ടേംസിൽ തന്നെ വരണം. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ടി മൈനസ് 2. എന്നാൽ എനിക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ടി മൈനസ് 2 എക്സിന് പകരം, റൈറ്റ്. then what is this one? root is still there, then x plus 2 എന്താ t, dx എന്താ dt, right. okay, അപ്പം നമ്മൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ പോരെ? പക്ഷേ ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടി ഉണ്ടൊരു ഇൻറ്റു റൂട്ട് ടീനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാനിവിടെ 1/2 എന്ന് എഴുതുക, ബിക്കോസ് റൂട്ട് ഈസ് ഹോൾ റൈസ് ടു 1/2, റൈറ്റ്. minus t minus 2 t raised to 1/2 dt. okay dear, which if you want you can split it. ഇത് രണ്ടും കൂടെ ഇതിൻ്റെ പവർ 1, ഇതിൻ്റെ പവർ രണ്ടും കൂടെ ആഡ് ചെയ്യണം. സോ what that will give you t 3/2 dt മൈനസ് കോൺസ്റ്റൻറ്റ് വെളിയിൽ ഞാൻ ഇൻറ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള മാത്രം. ഇതൊരു ടേം അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു, അത്രമാത്രം. 2 വെളിയിൽ then t raised to 1/2 dt dear. that will give me, ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പവർ റൂൾ +1 ചെയ്ത് കഴിഞ്ഞാൽ 2 + 1 is 2 itself, 2 + 3 5. 5/2 by 5/2 മൈനസ് 2 ഉണ്ട്, ഇതിനെന്ത് പറ്റും? +1 ചെയ്യുമ്പോൾ 3/2 by 3/2 plus c dear, plus c. that gives me, ഇതിനെ നേരെ തിരിച്ചെഴുതുമ്പോൾ 2/5, റൈറ്റ്. ടീന് ഞാൻ എന്തെഴുതും? ടീന് ഞാൻ x plus 2 raised to 5/2 മൈനസ് ഇതിനെ മേളിൽ തിരിച്ചെഴുതി കഴിഞ്ഞാൽ 2 മേളിൽ പോകും. 2 × 2 is 4/3. എന്താ ഇവിടെ t? again x plus 2 whole raised to 3/2 plus c dear. This is my answer for my 7th. Moving on to the 8th question. Integral x root നാത്ത് 1 plus 2x square dx dear. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പം നമുക്ക് ഒരു ഐഡിയ കിട്ടി കാണണം എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ വെളിയിൽ എക്സ് ആണ് ഉള്ളത്. ഇതിനകത്ത് ഞാൻ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഐ ഗെറ്റ് എൻ എക്സ്? യെസ്, കിട്ടും. വേണമെങ്കിൽ നോക്കാം. ഇഫ് ഐ എം ടേക്കിംഗ് ലെറ്റ് 1 plus 2x square, okay, ഇതിന് ഞാനിപ്പോൾ ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ? 1 ഇൻ ഡിഫറൻഷ്യേറ്റ്, ഓക്കെ, ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 0 ആവും. ദിസ് വിൽ ബി 2 താഴെ വരും അല്ലേ, it multiplied with this 2, so it will be 4x. നമ്മൾ ഇവിടുത്തെ ഓക്കെ എഴുതാം dt by dx. okay, what I have here
എക്സ് ഡി എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ഈ ഡി എക്സ് മേളിൽ വരും. അപ്പോൾ 4 I want there? No. So I need to rewrite this as what? X dx മേളിൽ പോവും. That is equal to 4 താഴെ വരും. dt by 4. മനസ്സിലായോ ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? I hope like now you are getting a group like how to do these type of questions. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന്? It's easier. പക്ഷേ കുറച്ചൊന്ന് തിങ്ക് ചെയ്യണം ഏത് എടുക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിതിനെ എങ്ങനെ എഴുതാം? ഇപ്പോൾ എക്സ് ഡി എക്സിന് എനിക്ക് ഡി ടി ബൈ ഇതൊന്നുണ്ട്. ഏതാണ്? ഡി ടി ബൈ 4 ഒന്നുണ്ട്. എക്സ് ഡി എക്സും കൂടെ ചേർത്തിട്ട് റൂട്ടിനകത്ത് കിടക്കുന്നത് എന്താ? അതേപോലെ തന്നെ കിടക്കൂലേ, റൂട്ട് ടി. അപ്പോൾ ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും എനിക്ക്? ഇഫ് ഐ ഗോ ഫോർ ഹൗ ടു ഇൻറ്റഗ്രേറ്റ്, I need to take this one as 1 by 2 dt dear, and if I integrate then 1 by 4 വെളിയിലുണ്ട്, that's a constant, then t plus 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ plus 1, 1 by 2 plus 1 എന്ന് വെച്ചാൽ 3 by 2 by 3 by 2 plus c, that is equal to 1 by 4. ഓക്കെ, 1 by 4 എന്ന് എഴുതാം, ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇതിനെ ഞാനൊന്ന് തിരിച്ചെഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുകളിൽ വരും, 3 താഴെ വരും. then t-ന് എന്താ എഴുതാൻ പറ്റുക? t is this one dear, that is 1 plus ഇൻറ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ടിക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണം കേട്ടോ, ചേഞ്ച് ചെയ്തോണം. t is what? t is equal to what? 2x square whole raised to 3 by 2 plus c. അപ്പോൾ എനിക്കിവിടെ 2ഉം ഇതും കൂടെ ക്യാൻസൽ ആവും. സോ what I can write? 1 by 6 1 plus 2x square the whole raised to 3 by 2 plus c dear. This is my answer for my 8th. Then on to 10th then. No, 9th. Okay, on to 9th question. അപ്പോൾ 9th question ഞാൻ പെട്ടെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ആസ് ഐ ഹാവ് ടോൾഡ് യു റൂട്ടിനകത്ത് കിടക്കുന്ന നമ്മളെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് നമുക്ക് 2x എന്ന് കിട്ടും, പ്ലസ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ ഡി ടി ബൈ എക്സ്, ബിക്കോസ് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എഴുതാം കേട്ടോ. Then you are taking this one above, so it will be 2x plus 1 dx is equal to dt. ഇത്രയും നമ്മൾ എഴുതി വെച്ചെന്ന് വെച്ചോ. ഓക്കെ, ഫസ്റ്റ് യു നീഡ് ടു തിങ്ക്. പക്ഷേ ഞാൻ റൂട്ടിനകത്ത് കിടക്കുന്ന അതേപോലെ ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ ഡിഫറൻഷ്യേറ്റ് എഴുതി വെച്ചിട്ടു. ആം ഐ ഹാവിങ് ദിസ് ടേം ഓവർ ഹിയർ? എനിക്കുണ്ടോ? ഇഫ് യു തിങ്ക് വെരി കെയർഫുള്ളി, യെസ് ഇറ്റ് ഈസ് ദെയർ. ഡി എക്സ് ഓൾറെഡി ഉണ്ട്. ഇതെവിടെ കിടപ്പുണ്ട്? ഇത് ഇവിടെ നിന്ന് കിട്ടൂലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ഐ ക്യാൻ റൈറ്റ് ദിസ് വൺ ആസ്? Can't I take 2 as common outside? 2 വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ what I will get here? 2x, because 2 വെളിയിൽ പോയി, 2x plus 1 എന്ന് എനിക്ക് കിട്ടിയോ? ഇതല്ലേ നമുക്ക് വേണ്ടേ? Then whatever you have it inside the root, x square plus x plus 1 dx. That's it. ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ട? ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ടേ? 2 അവിടെ തന്നെയാണ്, നമുക്കൊന്നും ചെയ്യേണ്ട. This one is what? This one and your dx. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് എന്ത് കിട്ടും? dt. അപ്പോൾ dt എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് റൂട്ട് ഓഫ് ദ ഹോൾ തിങ് ഇസ് വാട്ട്? റൂട്ട് ഓഫ് ടി. ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ വളരെ ഈസി അല്ലേ? ഇങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും. പക്ഷേ വെൻ യു പുട്ട് ദിസ് വേരിയബിൾ ഇൻസൈഡ് ഓർ വെൻ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വൺ, ഇറ്റ്സ് ഗോണ ബി റിയലി ഈസി ഡിയർ. ദാറ്റ്സ് വൈ ഈ ഒരു മെത്തേഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 2 വെളിയിൽ ഇൻറ്റഗ്രേറ്റിംഗ് ദിസ് വൺ, I didn't integrate it, raised to 1 by 2 എന്ന് എഴുതി. Then if I go for integration, 2 into power പ്ലസ് ചെയ്യണം, പ്ലസ് 1 ചെയ്യണം. പ്ലസ് 1 ചെയ്യുമ്പോൾ again 3 by 2 by 3 by 2 ചെയ്യണം. അതാണ് നമ്മളെ റൂൾ, പവർ റൂൾ, റൈറ്റ്? സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 മേളിൽ പോവും, 2 by 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 2 into 2 4 by 3, then t raised to 3 by 2 plus c, that is equal to 4 by 3. t kenda? t is x square plus x plus 1 whole raised to 3 by 2 plus c dear. This is my answer for my 9th. On to 10th question. Integral 1 by x minus root x dx dear. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ, ഓക്കെ, ലെറ്റ് ഇറ്റ് ബി വെരി കെയർഫുൾ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് റൂട്ട് എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അല്ലെങ്കിൽ എക്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1. ഓക്കെ, ഞാനിപ്പം പല രീതിയിൽ നമുക്കൊന്ന് തിങ്ക് ചെയ്ത് നോക്കാം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ടിനകത്ത് കിടക്കുന്ന ചെയ്താൽ, അപ്പോൾ എക്സ് എടുത്തു, എന്നിട്ട് ടി ഇട്ടു. ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി, ബിക്കോസ്
dt by dx ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നാൽ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 by t minus root t എടുത്ത് വെച്ചിട്ട് എനിക്ക് എന്താ ചെയ്യണം? സ്റ്റിൽ വേരിയബിൾ മാറി എന്നല്ലേ ഉള്ളൂ. Does it happen anything over here? The question remains the same, dear. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോൾ ലൈക്ക് എനിവേ നമുക്കിവിടെ റൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട ഇതാണ്, നമുക്കൊരു സെപ്പറേറ്റ് ഒരു മൾട്ടിപ്പിൾ ഒരു 1 by ബിക്കോസ് റൂട്ട് എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? 1 by 2 റൂട്ട് എക്സ് എന്നാണ് അല്ലേ? അങ്ങനെ എന്തെങ്കിലും ടേം ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ വരുത്താൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഐ ആം ട്രൈങ് ടു ഡു ഹിയർ ഇസ് ദാറ്റ് ഐ ആം ഗോണ ടേക്ക് എ റൂട്ട് എക്സ് ഔട്ട്സൈഡ്. ഞാനൊരു റൂട്ട് എക്സ് ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. വാട്ട് ഈസ് റൂട്ട് എക്സ് ഇൻ ടു റൂട്ട് എക്സ്? ദാറ്റ് ഈസ് എക്സ്. അത് ആലോചിക്കുക. അപ്പം ഞാൻ ഇവിടെ നിന്നൊരു 1 by അല്ലെങ്കിൽ ഒരു റൂട്ട് എക്സ് ഞാൻ വെളിയിലെടുക്കുക. താഴേന്ന് ഒരു റൂട്ട് എക്സ് ഞാൻ വെളിയിലെടുത്തു. ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എടുക്കുന്നു വെച്ചോളൂ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 റൂട്ട് എക്സിൻ്റെ മൾട്ടിപ്പിളാണ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു റൂട്ട് എക്സ് വെളിയിലെടുത്തപ്പോൾ എന്താ മിച്ചമുള്ളത്? വാട്ട് ഈസ് ലെഫ്റ്റ്? ഇറ്റ് ഈസ് റൂട്ട് എക്സ് ഇസ് ലെഫ്റ്റ്, റൈറ്റ്? വെരി കെയർഫുൾ വിത്ത് ദിസ് വൺ ഡിയർ. ഇവിടെ എക്സ് ഒരു റൂട്ട് എക്സ് വെളിയിലെടുത്തപ്പോൾ ഒരു റൂട്ട് എക്സ് ഇസ് ലെഫ്റ്റ് ദെയർ. മൈനസ് റൂട്ട് എക്സ് വെളിയിൽ പോയി, അപ്പോൾ ഇറ്റ്സ് -1. What I'm gonna take here is I am going to take let root x minus 1 is equal to t എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. ബിക്കോസ് എനിക്കിത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് എക്സിന് എന്താ? 1 by 2 റൂട്ട് എക്സ് 1 0. ഞാൻ പറഞ്ഞു മാക്സിമം ടേംസ് എടുക്കുക നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ. ഓക്കെ, എടുക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം എടുക്കുക. ബിക്കോസ് ദാറ്റ് വിൽ മേക്ക് യുവർ പ്രോബ്ലം മോർ സിംപ്ലിഫൈഡ് ഡിയർ. ഓക്കെ, ദെൻ വാട്ട് യു ഹാവ് ഹിയർ? dt by dx, which if you want you can straight away you can write it like this. Yeah, what I have here this. So 1 by root x avada kedakkate, dx avada varum because already in my question I have it. So enda root x undu dx undu. Okay, idundu alle. Appo dt here 2 ada povum, 2 will go up, 2 moli povum. Appo what I have here 2 dt 2 dt ആണ് എനിക്കിവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യാം? 1 by ഇതിന് whole thing is t, right? whole thing is t. Then 1 by root x dx എന്താ? 2 dt, which 2 I can take it outside. 1 by t dt dear. 1 by t dt എന്ന് വെച്ചാൽ എന്താ? log t plus c, that's equal to 2 log എന്താ ഇതിനകത്ത്? this thing, what is it? root x minus 1 plus c. This is your answer for your 10th. Little tricky, but it is very easy dear. 11th question, integral x by root of x plus 4 dx when x is greater than 0. അപ്പോൾ greater than 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? because ഇവിടെ 0 ആയിരുന്നു കഴിഞ്ഞാൽ the whole thing will be 0 dear. That's why ഇവിടെ കണ്ടീഷൻ വെറുതെ കൊടുത്തിരിക്കുന്നു മാത്രം. But what is my question here? x by root of x plus 4 dx. Okay, ഇവിടെ നമുക്ക് root of something എടുക്കാൻ പറ്റില്ല t ആയിട്ട്, because അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത 1 by 2 root of that is not there dear. So what I'm going to do is that let x plus 4 is equal to t എന്ന് പറഞ്ഞിട്ട് എടുത്തു. So when you differentiating with respect to x, what you will get here? The whole thing will be 1 dear, and this will be dt by dx, which I can write dx is equal to what? dt. ഇത് ഇങ്ങോട്ട് പോയി, right? So I have this. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? root of t എന്ന് കിട്ടും. പക്ഷേ what is the dx? Okay, dx is dt. What is x? ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. From here what I can write? x is equal to what? t minus 4. അപ്പോൾ എന്ത് കിട്ടും? x ന് പകരം എനിക്ക് എഴുതാം t minus 4, because the whole thing when you start to substitute everything must be in that variable dear. അപ്പോൾ ഞാനിത് ആ വേരിയബിളിലാക്കി. ഇനിയിപ്പം ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തൂടെ? എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യൽ? ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യുക. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യൽ? റൂട്ട് ഇവിടെയും കൊടുക്കും, ഇവിടെ ഇടും, റൈറ്റ്? യെസ്. Then what I do? I will bring it up. So
t already ഉണ്ട്, ഇത് മോളിൽ പോകുമ്പോൾ 1/2 മൈനസ് 4 അവിടെ ഉണ്ട്, t raised to മൈനസ് 1/2 ഹോൾ dt dr. ഇനി ഞാൻ ഇൻ്റഗ്രലിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. സോ ദിസ് വിൽ ബി വാട്ട്, t raised to 1/2 because ഇതിൻ്റെ പവർ 1, you need to add the powers, right? മൈനസ് ഓക്കെ dt ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, dt മൈനസ് 4 into integral of yeah, this is gonna be the same thing, right? 1/2 dt dr. Yes. So while integrating, what you will get, t na idina power plus 1 ചെയ്യുമ്പോൾ എന്ത് പറ്റും, 3/2 by 3/2 minus 4 into ഇതിനെ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്ന് അറിയാമോ, പ്ലസ് 1 കൂടെ ചെയ്യുമ്പോൾ, so it will be 1/2 by 1/2 plus c dr. Then what I can write here, I can take it up, then 2/3 t raised to 3/2 minus ഇതിനെ മേളിൽ കൊണ്ടുപോകുമ്പോൾ 8 t raised to 1/2 plus c. Yes. So then changing it, what I will get, what I will be getting, 2/3. ഇപ്പോൾ സപ്പോസ് ഞാനിത് ചേഞ്ച് ചെയ്ത് എഴുതുകയാണ്, പക്ഷേ നിങ്ങളെ ക്വസ്റ്റ്യനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ കുറച്ച് കാര്യം കൂടെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ ഫൈനൽ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓവർ ഹിയർ ഇഫ് ഐ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദിസ്, ടിക്ക് പകരം ഞാൻ എന്താ എഴുതുക, എക്സ് പ്ലസ് 4 യാ റൈസ് ടു 2/3 മൈനസ് 8, ടിക്ക് പകരം എന്താ, എനിക്ക് വേണമെങ്കിൽ റൂട്ടായിട്ട് എഴുതാം, no problem. Yeah, x plus 4 because 1/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് തന്നെയല്ലേ, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി മൈ ആൻസർ ഡിയർ, ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. ഇഫ് യു ആർ ഗോയിങ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ഓൾ, ഇവിടെ റൂട്ട് എന്ന് എഴുതി കഴിഞ്ഞാൽ ഇറ്റ്സ് ഇനഫ്, ദാറ്റ്സ് ഡൺ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 2/3 വെളിയിലെടുത്തിട്ടുണ്ട് ഫ്രം ഹോൾ തിങ്, ആൻഡ് ഓൾസോ ദേ ആർ ടേക്കിംഗ് എക്സ് പ്ലസ് 4 1/2 വെളിയിലെടുത്തു. 1/2 വെളിയിലെടുത്തു. 1/2 വെളിയിലെടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 1 + 1/2 എന്നല്ലേ അല്ലേ, ഒരു പവർ 1ഉം ഒരു പവർ 1/2ഉം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ തന്നെ ഒന്ന് 1ഉം ഇതേ തന്നെ 1/2ഉം. ഓക്കെ, മനസ്സിലായിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഇതിനെ എനിക്കിങ്ങനെ എഴുതാൻ പറ്റില്ലേ, എക്സ് പ്ലസ് 4 into x plus 4 1/2 എന്ന്, ബിക്കോസ് ഇതിൻ്റെ പവർ 1, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3/2 തന്നെ കിട്ടും. അപ്പം ഞാനിവിടെ 1/2 വെളിയിൽ എടുത്താൽ, ഓക്കെ, വാട്ട് ഈസ് ലെഫ്റ്റ്, ദിസ് ഈസ് ലെഫ്റ്റ് വിച്ച് ഈസ് എക്സ് പ്ലസ് 4, യാ, അത് ഒന്ന് ലെഫ്റ്റാണ്. ദെൻ യു ഹാവ് ഇവിടെ ഇനിയിപ്പോൾ സൂക്ഷിച്ചോ എന്താണെന്നുള്ളത്, 80 നിന്നാണ് 2/3 വെളിയിലെടുത്തത്, റൈറ്റ്. 80 നിന്ന് ഞാനിപ്പോൾ എഴുതുകയാണ്, ഞാനിപ്പോൾ എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാനിപ്പോൾ 12 എന്ന് എഴുതിയെന്ന് വെച്ചോ, ഇതിന് ഞാൻ അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തേ, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 3ഉം 12ഉം കൂടെ കട്ട് ചെയ്തിട്ട് ഇപ്പം 2/3 into 12 എത്രയാ, ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് 4 into 2 is what, your 8. That's why. അപ്പോൾ 12 ഇത് ഫുള്ള് പോയി, പ്ലസ് c, right dear, which implies 2/3 x plus 4 whole raised to 1/2. What you can do, you can just add here, you can add these two, and what I can write is minus 8 dear plus c. One more step what you can write is 2/3, it's not the step dear, you already know it. This is what given at the end of your textbook is. This is what they are given. Okay, then on to 12th. On to 12th question, integral x cube minus 1 whole raised to 1/3 x raised to 5 dx dear. This is the question. അപ്പം ചിലവരൊക്കെ വിചാരിക്കും ചിലപ്പം എക്സ് റേസ് ടു എക്സ് ക്യൂബ് മൈനസ് 1 ഹോൾ റേസ് ടു 1/3 എക്സ് റേസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ അകത്തോട്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന്. നോ, യു കനോട്ട് ഡു ഇറ്റ് ഡിയർ, ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് ഹോൾ റേസ് ടു 1/3 കിടക്കുന്നുണ്ട്, യു കനോട്ട് ഡു സച്ച് തിങ്. Okay, so the best method is by substituting something and just try to convert this one into some other variable and then integrate there. Okay, let's try this one.
നമുക്ക് ഇവിടെ കിടക്കുന്ന ടേംസ് ഇത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ എടുക്കാം. ഇതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ x⁵5 അഥവാ ഞാൻ നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞോളൂ. ഓക്കെ, എന്നാൽ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 5x⁴. 5x⁴ എവിടെയും കിടപ്പുണ്ടോ? 5⁴ dx എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വാട്ട് ഐ വിൽ പുട്ട് ഓവർ ഹിയർ? x³ ഞാൻ എന്തെഴുതും? സോ ദാറ്റ് വിൽ ബി ലിറ്റിൽ ട്രിക്കി ഡിയർ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ഗോണ ടേക്ക് let x³ - 1 = t എന്നെടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു യുവർ എക്സ്. ഫൈൻ, അങ്ങനെ ചെയ്യുന്നത് എന്ത് കിട്ടും? ഇവിടെ 3x² - 1, ഓക്കെ, 0 ആയി. എന്നിട്ട് യു വിൽ ഗെറ്റ് dx. ആസ് വി നോ ദാറ്റ് dx ഇവിടെ കിടക്കുന്ന താഴെ വരുന്ന dx മേളിൽ പോവും. ഓക്കെ, ദിസ് ഇസ് സംതിങ് ലൈക്ക് ദിസ് ഡിയർ. അപ്പോൾ എനിക്ക് ഇത് വേണമെങ്കിൽ x² dx വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് കിട്ടാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. വൈ? ബിക്കോസ് x⁵5 അല്ലേ. അപ്പോൾ x⁵5ന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ? x³ x² എന്ന് പറഞ്ഞിട്ട് അല്ലേ, അങ്ങനെ എഴുതാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിനെ എനിക്ക് x² സംതിങ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചെയ്യാം. സോ ലെറ്റ് സീ ലൈക്ക് what we can do. Okay, what we can do, because x³ ഇവിടെ കിടപ്പുണ്ട്. Okay, now this is what we got till now, right? Okay, let it be. So this will become, ഇതെന്താ? t ആണ്. So this is t⁻³ 1/3. Yeah, then ഇതിനെ നമുക്ക് എന്ത് എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ക്വയറും dxഉം ഇതിൽ നിന്നുള്ള സ്ക്വയറും dxഉം കൂടെ എനിക്ക് എന്തെന്ന് എഴുതാം? this one dt by, so what is left there? ഓക്കെ, ഞാൻ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. സോ x3 is left. x² dx കൂടെ ഒരുമിച്ച് എന്തെഴുതാം? dt/3 ഡിയർ. പക്ഷെ നമുക്ക് ഇങ്ങനെ രണ്ട് വേരിയബിൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ നമ്മൾ എക്സ് ഒക്കെ വരുമ്പോൾ എന്താ ചെയ്തുകൊണ്ടെന്ന് അതേപോലെ ചെയ്യണം. എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഫ്രം ഹിയർ വാട്ട് ഐ ക്യാൻ റൈറ്റ്? x³ = t+1 ഡിയർ. റൈറ്റ്? ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഞാൻ ആരോസ് ഒക്കെ വെച്ച് എഴുതുന്നു. യു ക്യാൻ ലൈക്ക് പുട്ട് ഇക്വേഷൻ 1, 2 ആൻഡ് ഓൾ. Okay, and substituting over here what you will get and all that, like that way you can do it. Okay, അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് വന്നിട്ട് നിങ്ങൾ സ്റ്റെപ്പ് ഇവിടെ ഇങ്ങനെ എഴുതണ്ട. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് t in terms of t എഴുതണം. ഇപ്പം ഞാൻ എന്തെഴുതും ഇവിടെ? this would be t+1 dt/3 dear. This is what I have till now. Yeah, അപ്പോൾ ഇനി എന്താ ചെയ്യുക? 1/3 വെളിയിലെടുത്തു. എന്നിട്ട് ഇപ്പോൾ ഇത് നോക്കിയേ, t1/3 into t+1 dx. ഇതിനെന്താ ചെയ്യുക? അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 1/3 അവിടെ ഉണ്ട്. റൈറ്റ്? 1/3 is there as common. Then this one need to multiply inside. അപ്പോൾ എന്ത് പറ്റും? ഇൻ്റഗ്രൽ t1/3 പിന്നെ ഒരു t പ്ലസ് t1/3 dt. Fine. Okay, that will give me 1/3 അവിടെ തന്നെ. എന്നിട്ട് ഇൻ്റഗ്രലിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. ഇതെന്ത് പറ്റും? 1ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 3 + 1 4/3. So it will be 4/3 dt plus integral t⁻1/3 dt dear. Yeah, okay. So if you integrate, this is gonna be 1/3 into integrate എന്ത് കിട്ടും? t⁻, ഇത് power +1. So okay, I will write it 4/3 + 1 by 4/3 + 1. Yeah, plus ഇവിടെ എന്ത് എഴുതാൻ പറ്റും? t1/3 + 1 by 1/3 + 1 plus c dear. Yeah, c-നെ വെളിയിലെടുത്ത് എഴുതിയാലും മതി കേട്ടോ. You don't need to write inside, you can write it outside, no problem. Then this would give me what? 1/3 അവിടെ വെളിയിലുണ്ട്. Yeah, then this one if I write it properly,
Okay, t എന്താണ് 3 ones are 3 3 plus 4 7 7 by 3 by 7 by 3 plus this one is 3 into 1 is 3 3 plus 1 is 4 t raised to 4 by 3 by 4 by 3 yeah plus c dear, which implies, which gives me 1 by 3 into yeah idine meli poom appo it will be 3 by 7 t raised to 7 by 3 plus ഇവിടെ 3 വെളി മോളി പോവും 3 by 4 t raised to 4 by 3 plus c equal to then 1 by 7 t okay I will write one more step and then I will finish it plus c, so which in turn I can write t is equal to t and the t is x cube minus 1 7 by 3 plus 1 by 4 into x cube minus 1 4 by 3 plus c dear. This is my answer for my 12th. On to 13th question. Integral x square by 2 plus 3x cube the whole raised to cube dx dear. Okay, this is what your 13th question is. അപ്പോൾ ഇവിടെ നമുക്ക് ഏതെടുക്കാം? Okay, ഞാനൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ this one, the whole thing if you take it and differentiate, ഇത് നമുക്ക് എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടില്ലേ, ഇത് എന്തായാലും 0 ആയിട്ട് പോകും, ഇത് നമുക്ക് എക്സ് സ്ക്വയർ ആയിട്ട് കിട്ടും, എക്സ് സ്ക്വയർ മേളിൽ കിടപ്പുണ്ടല്ലോ. സോ വാട്ട് ഐ വിൽ ടേക്ക്, ലെറ്റ് 2 plus 3x cube is equal to t എന്നെടുത്തു ഞാൻ. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വാട്ട് ഐ വിൽ ബി ഗെറ്റിംഗ് ഹിയർ, 2 will be 0, this will be what, 3 താഴെ വരും അല്ലേ, that will be 9x square yeah, എന്നിട്ട് dt by dx, നമ്മൾ dxനെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, അപ്പോൾ 9x square dx is equal to dt. പക്ഷേ നമുക്ക് 9ൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് വേണ്ടത് x square dx. അങ്ങനെയാണെങ്കിൽ x square dx is what, dt by 9 dear, dt by 9. അപ്പോൾ ഇതിവിടെ കിടക്കട്ടെ. എന്നാൽ how I can rearrange this one, x square okay, x square dx ഇതും കൂടെ ചേർത്തിട്ട് എന്താ, dt by 9 okay, അതോടെ കിടക്കട്ടെ. This one is your t, so 1 by it will become t cube, already ഒരു cube ഉണ്ട്, so this one whole cube, t cube, that will give me ഇതെങ്ങനെ 1 by 9 വെളിയിൽ പോയി, integration of 1 by t cube dt. ഇതിനെ നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, obviously need to take it up dear and then power rule, നമ്മൾ -3, then if you apply your power rule this is gonna be 1 by 9, then what, this is integrate ചെയ്യുമ്പോൾ എന്ത് കിട്ടും, t ഇപ്പം -3 plus 1 by -3 plus 1 plus c, അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 1 by 9 അവിടെ ഉണ്ട് കോൺസ്റ്റൻറ്റ്, then this will be t raised to -2 by -2 plus c. ഇത് എടുക്കുമ്പോൾ ഇത് കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെഗറ്റീവ് ഇവിടെ വരുമ്പോൾ -1 by 18, എന്നിട്ട് t എന്ത് ചെയ്യണം, താഴെ കൊണ്ടുവരണ്ടേ, that is your t square plus c, so that is equal to -1 by 18 നമ്മൾ okay, t square എന്താ, this one which is your 2 plus 3x cube the whole square yeah, 1 അവിടെ ഉണ്ട് മേളിലുണ്ട്, that is your answer for your 13th dear. On to 14th question. Integral 1 by x log x whole raised to m dx dear, where it's been said that x is greater than 0. Fine. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്തെടുക്കാം, കാണുമ്പോൾ തന്നെ അറിയാം log x എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by x കിടപ്പുണ്ട് അല്ലേ, അപ്പോൾ
let log x is equal to t എന്ന് എടുത്തു. ഫൈൻ. അങ്ങനെയാണെങ്കിൽ okay, differentiating with respect to x, what I will get here 1 by x. okay, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം dx is equal to dt because dt by dx ന്റെ x ഇങ്ങോട്ട് കൊണ്ടു dx ഇങ്ങോട്ട് കൊണ്ടു. So I already have 1 by x and dx അല്ലേ is equal to dt എന്ന് കിട്ടി. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം 1 by x dx നെ എന്ത് എഴുതാം dt 1 by പിന്നെ എന്താ കിടക്കുന്നത് 1 by ഇതുണ്ട് 1 by x dx പോയി. ഇനിയിപ്പോൾ എന്താ കിടക്കുന്നത് ഇതാ കിടക്കുന്നത്. ഇതിനെന്ത് എഴുതാം ഓൾറെഡി ദിസ് ഇസ് t. സോ t raised to m, റൈറ്റ്, t raised to m. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം t raised to m. ജസ്റ്റ് ട്രീറ്റ് ഇറ്റ് ആസ് നമ്പർ ഇറ്റ് സെൽഫ് ഡിയർ. നമ്പർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ 5 or 6 ഒക്കെ ആയിരുന്നെങ്കിൽ 100 ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന് നമ്മൾ മേളിക്കൊണ്ടു മൈനസ് എം, റൈറ്റ്, ദെൻ ഡി ടി. വേറെ ഒന്നുമില്ലല്ലോ, നത്തിങ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ +1 by +1 plus c ഡിയർ. That's gonna give me, ഇതിനെ വേണമെങ്കിൽ നേരെ തിരിച്ചു എഴുതാം കേട്ടോ. You can also write like this, t raised to 1 minus n by 1 minus m, 1 minus m by 1 minus m plus c, which in turn if I just change the value of t, which is log x here, for log x whole raised to 1 minus m by 1 minus m plus c dear. This is the answer for your 14th. On to 15th question. Integral x by 9 minus 4x square dx. താഴത്ത് നോക്കിയേ. Let 9 minus 4x square is equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? What I will get here, it's താഴെ വരും. So it's 8x, x ഉണ്ടോ? അടുത്ത that is equal to dt by dx. അതിനെ നമ്മൾ dxനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ it will be minus 8 dx is equal to dt. പക്ഷേ minus 8 ആണ് നമുക്ക് വേണ്ടത്. അവിടെ ഉണ്ടോ minus 8? ഇല്ല. So what I can write, x dx is equal to dt by minus 8 dear. Okay, keep this one here. So this is very important. Okay, let ചെയ്യുന്ന എല്ലാം നമുക്ക് important ആണ് because we're gonna substitute it back. So when I substitute over here, this will be, as you know that x dx ന് എന്ത് എഴുതാം dt by 8. okay, അതോടെ കിടക്കട്ടെ. ബാക്കി ഇതെന്താ t എവിടെ എഴുതണം? താഴെ എഴുതണം. x dx dt by minus 8. so minus, okay, 1 by minus 8 അല്ലെങ്കിൽ minus 1 by 8 ഞാൻ വെളിയിലെടുത്തു. then integral 1 by t dt dear. That's pretty easy. minus 1 by 8, this is gonna be log t plus c dear. That's equal to minus 1 by 8 log, എന്താ ഇവിടെ? This is the one which is 9 minus 4x square plus c. This is gonna be 15th. On to 16th. Integral e raised to 2x plus 3 dx dear. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ചിലപ്പം നിങ്ങൾ ആലോചിക്കും ഓക്കെ ഇതിനെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നോ ഇഷ്യൂസ്, റൈറ്റ്. ഓക്കെ, അങ്ങനെ ഒരു ഇഷ്യൂസും ഇല്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ എന്താണ്? ഇൻറ്റഗ്രേഷൻ്റെ ഇ റേസ് ടു എന്താണ്? ഇ റേസ് ടു അത് തന്നെയാണ് നമ്മൾ പഠിച്ചത്, റൈറ്റ്. വാട്ട് എവർ ഇസ് അപ്പ് ദെയർ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണ്? ഇവിടെ 2x ആണ്, 2 ആണ്. അപ്പോൾ 2 will be written. That is your answer dear. If you go for different like ഇത് കൺഫ്യൂസ് ആവുന്നുണ്ടെങ്കിൽ okay, what you can do is that okay, I'm again writing the question dear. അങ്ങനെ ഡയറക്റ്റ് നമുക്ക് എഴുതാൻ അറിയില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല, കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ what you can do is that okay, you can take it this one as let this is equal to t, yeah, then differentiating this one with respect to x, what I will get 2 എന്നല്ല കിട്ടുന്നത്. എന്നിട്ട് dx is equal to dt അങ്ങനെ കിട്ടൂലേ? ഇവിടെ വരും. So what I have, dx is equal to what? dt by 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? e raised to the whole thing is what? your t and dx is what? your dt by 2 dear. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 by 2 വെളിയിലെടുക്കാം. then integrating e raised to t dt,
e raised to t dt എന്താ e raised to t തന്നെയാണ് plus c. That is what? Half into e raised to what? 2x plus 3 plus c. By whole by 2 nu edam 1 by 2 this thing I can also write like that dear. Okay, so this was your 16th. Okay, this is pretty much easy dear. ഇതാണ് പെട്ടെന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, ഇത്ര എഴുതിയാൽ മതി, കാര്യമുള്ളൂ, തീർന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്ത് ചെയ്യണമെങ്കിൽ this is the one which you need to follow and this one. Fine. Okay then, on to 17th. On to 17th question. Integral x by e raised to x square dx dear. Okay, നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട് മേളിൽ, ഇത് എക്സ് സ്ക്വയർ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ എക്സ് കിട്ടൂലേ. അപ്പോൾ വാട്ട് ഐ വിൽ ടേക്ക് ലെറ്റ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി എന്ന് എടുത്തു. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2x dx ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടി. വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ, റൈറ്റ്, ഇങ്ങനെ കിട്ടി. ഡു ഐ ഹാവ് 2 there? Okay, which in turn I can write, I can bring this 2 down and I can write like this. Okay, keep it there. Which this one I can substitute it back. Okay, x dx എന്ന് വെച്ച് കഴിഞ്ഞാൽ x dx, the whole thing is this. അപ്പോൾ താഴത്തെ എന്താ? e raised to t, x dx എന്താ? dt by t. സൂക്ഷിച്ച് നോക്കി ആണോ കേട്ടോ എന്താണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന്, കറക്റ്റ് ആണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ 1 by 2 വെളിയിൽ പോയി, then I'm gonna integrate et, then 1 by et dt dear. ഇതെങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? വെറുതെ അതേപോലെ തന്നെ എഴുതി വെച്ചാൽ പോരാ, ബിക്കോസ് ഇത് 1 by et എന്നാണ്. അപ്പോൾ യു നീഡ് ടു ബ്രിങ് ഇറ്റ് അപ്പ് ഡിയർ. ദെൻ ഇഫ് യു ഇൻറ്റിഗ്രേറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ഇ റൈസ്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ? ഇ റൈസ്റ്റിൻ്റെ ചെയ്യുന്നത് ഇ റൈസ്റ്റ് അത് തന്നെ എഴുതണം, എന്നിട്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ താഴെ എഴുതണം. ദാറ്റ് ഈസ് മൈനസ് ടീൻ്റെ എന്താ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1 പ്ലസ് സി. ഓക്കെ, അത് ഓർത്ത് വെച്ച് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ ഇനി അങ്ങോട്ട് അങ്ങനെ ഫോളോ ചെയ്താൽ മതി. ദാറ്റ്സ് ഈക്വൽ ടു ഈ 1 ഇവിടെ പോവും, ദാറ്റ് ഈസ് 1 by 2. ഓക്കെ, ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 by 2 താഴെയുണ്ട്, e raised to t യും താഴെ പോവും, പ്ലസ് c ദാറ്റ്സ് ഈക്വൽ ടു -1 by 2 e raised to എന്താ t? t is x square plus c dear. This is the answer for your 17th. On to 18th. Integrate e raised to tan inverse x by 1 plus x square dx dear. If you don't know the formula, when you see this question itself, you know what to do dear. Namala sin inverse, namala cos inverse, tan inverse, all these formulas you need to know. Sin inverse is എന്താ 1 by root of 1 minus x square. മറ്റേത് cos ആണ്, cos inverse ആണെങ്കിൽ -1 by root of 1 minus x square. ടാനിൻ്റെ ആണെങ്കിൽ എന്താ? ടാനിൻ്റെ ആണെങ്കിൽ tan ഇൻവേഴ്സിൻ്റെ ആണെങ്കിൽ എന്താ? ഡിഫറൻഷിയേറ്റിംഗ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, tan inverse x 1 by 1 plus x square. Okay, which I can take it over and I can write 1 by 1 plus x square dx is equal to dt. Yeah, it's equal to dt. But നോക്കി അറിയാം 1 by this thing dx is equal to dt. So what I can write? e raised to tan inverse in the t, then 1 by this whole thing is what? Your dt dear. So isn't it pretty easy dear by substitution? But നമ്മൾ കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. Then this will be giving me e raised to t itself plus c, which in turn I can write tan inverse x plus c dear. That's my answer for my 18th. On to 19th question. Integral e raised to 2x minus 1 by e raised to 2x plus 1 dx dear. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ this is something like which you need to think. Okay, this is something important. You can just count these type of questions dear on your exam as well as these type of. Okay, അപ്പോൾ നമുക്ക് താഴത്തെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറൻസിയേഷൻ മേളിൽ കിടക്കുന്നുണ്ടോ? എനിത്തിങ് സച്ച് ലൈക്ക് ദാറ്റ്. മേളിലത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? ഇല്ല.
അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഡു എ ട്രിക്ക് ഓവർ ഹിയർ ഇസ് ദാറ്റ് ഓക്കെ okay, I'm just gonna divide both numerator and denominator with okay ഇത് whole ആണ് കേട്ടോ dx ഇത് വെച്ചിട്ട് ഞാൻ മുകളിലും താഴെയും ഒരു e raised to x വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് രണ്ട് സ്ഥലത്തും ഓക്കെ വാട്ട് ഈസ് ദ ഇമ്പാക്റ്റ് ഐ വിൽ ഷോ യു ഇഫ് യു ഡു ഇറ്റ് ദെൻ ഐ ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഒബ്വിയസ്ലി റൈറ്റ് അപ്പോൾ e raised to 2x ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സിമ്പിളായിട്ട് എഴുതി തരാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ 1 ബൈ e raised to x എന്ന് കിട്ടില്ലേ മേളത്തെ ഇതെന്ത് കിട്ടും e raised to 2x ബൈ e raised to x പ്ലസ് 1 ബൈ e raised to x എന്ന് കിട്ടി അല്ലേ ഓക്കെ റൈറ്റ് ഡിയർ which I can write it as ഇതിനെ നമ്മൾ മേളിലോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ e raised to 2x ഞാൻ പറഞ്ഞില്ലേ ഫുൾ സ്റ്റെപ്പ് എഴുതി കാണിച്ചു തരാം മൈനസ് എക്സ് മൈനസ് ഇതിനെ മേളിൽ കൊണ്ടുപോകുമ്പോൾ e raised to minus x by this one e raised to 2x e raised to minus x plus e raised to minus x dx alle this is how you get it right dear which gives me integral and this one is adding the powers so what you will get e raised to x ennu kittum minus e raised to minus x by e raised to x plus e raised to minus x now you think over what I have told you താഴത്തെ എടുത്ത് കഴിഞ്ഞാൽ മേളിൽ കിടപ്പുണ്ടോ മുകളിലത്തെ എടുത്ത് കഴിഞ്ഞാൽ താഴെ കിടപ്പുണ്ടോ ഏതുണ്ട് യാ വാട്ട് ഈസ് ദാറ്റ് യാ സോ ഇപ്പം നമുക്ക് താഴത്തെ എടുക്കുകയാണ് ലെറ്റ് പൊതുവേ നമ്മൾ താഴത്തെ എടുക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഓഫ് ദ സിമ്പിൾ റീസൺ ദാറ്റ് ഇത് എഴുതി കഴിയുമ്പോൾ മനസ്സിലാവും ഇത് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വാട്ട് ഐ വിൽ ഗെറ്റ് e raised to x ൻ്റെ e raised to x തന്നെയാണ് ഇതിൻ്റെ എന്ത് പറ്റും e raised to minus x ൻ്റെത് e raised to minus x തന്നെയാണ് ഇൻറ്റു മൈനസ് എക്സിൻ്റെ എന്താ -1 that is equal to dt by dx right dear which implies what I will get here e raised to x തന്നെയാണ് പക്ഷേ ഇത് വന്നിട്ട് e raised to minus x കിട്ടിയോ നമ്മളെ മേളിൽ കിടക്കുന്നേ ഈ dx നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ what I will get നമ്മുടെ dx ഇവിടെ കിട്ടും that is equal to what dt ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് that is why ഞാൻ താഴത്തെ എടുക്കുന്നത് so that എനിക്ക് മേളിലത്തത് dx-ൻ്റെ കൂടെ കിട്ടും അതുകൊണ്ടിട്ടാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ what I can write this one is my t so that means 1 by t മേളിലത്തത് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് dt so your dt what is this one simply log t dear plus c വലിയ ക്വസ്റ്റ്യൻ എന്ത് ചേർത്തല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ വഴി that is log what do you have here this one right that is your t that is e raised to x plus e raised to minus x plus c dear this is my answer for my 19th okay കുറച്ചൊന്ന് ആലോചിക്കണം e raised to 2x അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ you might need to divide both the denominator and numerator with e raised to x ചിലപ്പം വെളിയിലോട്ടൊക്കെ എടുക്കേണ്ടി വരും അത് നമുക്ക് ചെയ്യാം ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ then move on to 20th then on to 20th question integral e raised to 2x minus e raised to minus 2x by e raised to 2x plus e raised to minus 2x dx dear ഓക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ രണ്ട് ഡിനോമിനേറ്റർ ന്യൂമിനേറ്റർ വെച്ചിട്ട് e raised to x ഡിവൈഡ് ചെയ്തു അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ചാടിക്കറി ചെയ്യില്ല ബിക്കോസ് യു നീഡ് ടു ജസ്റ്റ് think whether ന്യൂമിനേറ്റർ ചെയ്താലോ ഡിനോമിനേറ്റർ ചെയ്താലോ നമ്മൾ മേളത്തെ താഴത്തെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം നമ്മളൊന്ന് തിങ്ക് ചെയ്യണം എന്നിട്ടേ നമ്മൾ എന്തെങ്കിലും വേറെ പ്രോസസ്സിലോട്ട് പോകുള്ളൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ന്യൂമിനേറ്റർ അഥവാ എടുത്തു കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ സ്റ്റെപ്പൊക്കെ എഴുതാം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം e raised to 2x ആണ് പ്ലസ് e raised to minus 2x ആണ് അല്ലേ അതിനെ ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്ത് കിട്ടും ഇതിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ e raised to 2x നെ കിട്ടി ഇൻറ്റു 2 അല്ലേ പ്ലസ് ഇതിനെന്ത് കിട്ടും e raised to minus 2x തന്നെയാണ് ഇൻറ്റു എന്ത് കിട്ടി -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ കിട്ടൂലേ e raised to
2 e raised to 2x minus 2 e raised to minus 2x. മേളിൽ കിട്ടിയല്ലോ. 2 ഞാൻ വെളിയിലെടുത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? അത് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് നമ്മൾ എഴുതുന്നത്. ലെറ്റ് ദിസ് വിൽ ബി വാട്ട്? ടി. സോ വെൻ യു ഡിഫറൻഷിയേറ്റ് ദിസ് വിൽ ബി ഡി ടി ബൈ ഡി എക്സ്. അപ്പോൾ അങ്ങനെയൊക്കെ എഴുതി വന്നു കഴിഞ്ഞാൽ ഓവർ ഹിയർ ഡി എക്സ് ഇങ്ങി വരും, എന്നിട്ട് ഡി ടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അതേപോലെ തന്നെ ഡി ടി ബൈ ഡി എക്സ്. ഫൈൻ ഡിയർ, യു ഗോട്ട് എ ക്ലിയർ ഐഡിയ ഹൗ ടു ഡു ദിസ്. സോ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഇ റൈസ് ടു 2x നിങ്ങൾക്ക് അതുവരെ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെച്ചിട്ട് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? ഡി ടി ബൈ 2 എന്ന് എഴുതിക്കോ, കുഴപ്പമില്ല. അപ്പോൾ മേളത്തെ എല്ലാം കൂടെ ചേർത്തിട്ട് എന്താ? ഡി ടി ബൈ 2. എന്നാൽ ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്? ഫസ്റ്റ് വി വിൽ റൈറ്റ് ദിസ്. ദിസ് ഇസ് വാട്ട്? ടി 1 by t. Then this whole thing is what? dt by 2. കിട്ടിയില്ലേ? That's equal to what? Again log t. നമ്മൾ 1 by 2 വെളിയിലുണ്ട് കേട്ടോ. 1 by 2 വെളിയിൽ. Then integrating 1 by t is log t. Then plus c. That's equal to 1 by 2 log എന്താ? ഇതാണ്, which is e raised to 2x plus e raised to minus 2x plus c dear. This is the answer for your 20th. I hope like this is very easy, right dear? Okay, it's gonna be like quickly you will do it dear. You don't need to worry or you don't need to hold too much. You yourself will get an idea like what to do. Fine. Okay then, on to 21st. On to 21st question. അപ്പോൾ ഇവിടെ വന്നിട്ട് integral tan square 2x minus 3 dx dear. Okay, ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യും എന്നുള്ളത് എന്തായാലും ഒറ്റ ടേമേ ഉള്ളൂ, ടാൻ സ്ക്വയർ ആൻഡ് സംതിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടാനിന് നമുക്ക് ടാൻ സ്ക്വയറിന് നമുക്കുണ്ടോ? ഇല്ല, സീക്ക് സ്ക്വയറിനേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോർമുല ടാൻ സ്ക്വയർ. ഞാൻ ഇൻ ടേംസ് ഓഫ് നമ്മൾ നോർമൽ എഴുതുന്ന പോലെ എഴുതുക. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് 1 അല്ലേ? അങ്ങനെ ഈ തീറ്റേൻ്റെ സ്ഥലത്ത് ഇവിടെ എന്താണ്? ഈ കംപ്ലീറ്റ് ടേമാണ്. അങ്ങനെയാണെങ്കിൽ what I can write here sec square 2x minus 3 yeah minus 1 dx dear. Okay, yeah. ഇനിയിപ്പോൾ ഇതിനെ എന്താ ചെയ്യാൻ പറ്റുക? ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. sec square 2x minus 3 dx minus 1 dx dear. dx because ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമ്മൾ എന്തിനാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടാൻ സ്ക്വയറിനൊന്നും ഇല്ല, പക്ഷേ നമുക്ക് സീക്ക് സ്ക്വയറിന് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. അല്ലാതെ നമുക്ക് ടാൻ സ്ക്വയർ നമുക്ക് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഗിവ്സ് മീ സീക്ക് സ്ക്വയറിന് എന്താണ്? ടാൻ 2x minus 3 by differentiation of this one. That is, ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? 2 കിട്ടും by 2. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് സെപ്പറേറ്റ് ഞാൻ എഴുതി കാണിച്ചു തരാം. സീക്ക് സ്ക്വയർ എന്താണ്? 2x minus 3 അല്ലേ? dx. അപ്പോൾ ഇതിനെ നമ്മൾ ഇത് പൊതുവേ നമ്മൾ പിള്ളേർക്ക് നമ്മൾ ചെയ്ത് വന്നിട്ട് they automatically start to do this one dear. Okay, they don't need to substitute anything. If you are confused, you can use substitution over here. ഞാനിപ്പോൾ പറയാണ് let 2x minus 3 is equal to t എന്ന് ഞാൻ എടുക്കാമെന്ന് വെച്ചോ. എന്നാൽ ഇതിനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടും? 2 dx is equal to dt അല്ലേ? ഇതുവരെ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമുക്കിവിടെ dx അല്ല, ഇവിടെ dx is equal to dt by 2 എന്നെടുത്തു. അപ്പോൾ നമുക്ക് ഇതിനെന്തെന്ന് എഴുതാം? sec സ്ക്വയർ t എന്നിട്ട് നമ്മൾ ഈ ഒരു ടേമിനാണ് നമ്മൾ t എന്ന് എഴുതിയത്. dxന് പകരം എന്താ? dt by 2. നമ്മൾ 1 by 2 വെളിയിലെടുത്തു. എന്നിട്ട് ഇൻ്റഗ്രൽ sec സ്ക്വയർ t dt എന്ന് വെച്ചാൽ എന്താ? 1 by 2 tan t. tan t tan
2x plus 3 അതാണല്ലോ നമ്മൾ t. അങ്ങനെയാണ് എനിക്കിവിടെ ഇത് കിട്ടിയത്. ഫൈൻ ഡിയർ, ദിസ് ഇസ് ഹൗ ഐ ഗോട്ട് ദിസ്. അപ്പോൾ ഞാനൊരു അഡ്വൈസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഇഫ് യു നോ ഇറ്റ് ദെൻ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ടേംസ് ഓഫ് ടാൻ, ഓർ നമ്മളിപ്പം ഏത് തന്നെ ആയിരുന്നാലും ഓക്കെ, നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. സീക്ക് സ്ക്വയർ നമുക്കറിയാം ടാൻ ആണെന്നുള്ള അതിൻ്റെ അകത്ത് കിടക്കുന്ന എഴുതുക, ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദെയർ ഇൻസൈഡ്, ഡിഫറൻഷിയേറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ഡിയർ. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പ് നോക്കിയിട്ടുണ്ട് സെയിം തിങ്. മൈനസ് യു ഹാവ് വാട്ട്, എക്സ്, then you can add a c. Yeah, this is what your answer for your 21st year. On to 22nd question. Integral sec square 7 minus 4x dx. ഞാൻ മുമ്പ് പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. You don't need to do anything dear. Substitution ചെയ്യണമെന്നില്ല കേട്ടോ. What you can do, that is tan എന്താണോ ബ്രാക്കറ്റിനകത്തുള്ളത് അല്ലെങ്കിൽ അതിനകത്തുള്ളത് അതേപോലെ എഴുതുക, divided by what do you have here, differentiation of this one as minus 4 plus c dear. That's it. If you want, like, you can write like this, no problem. 1 by 4 tan 7 minus 4x plus c. That's it. Yeah, this is my 22nd question. Now move on to 23rd then. On to 23rd. Integral sin inverse x by root of 1 minus x square dx. എന്താണ്, ഈസി അല്ലേ? ഇപ്പോൾ നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, സൈൻ ഇൻവേഴ്സ് എക്സ് അതിൻ്റെ താഴെ അത് കിടക്കുകയാണെന്നുള്ളത്. 1 by root of 1 minus x square. So what is this one? If I am just treating this one as t, then differentiating with respect to x, okay, എന്ത് കിട്ടും നമുക്ക്? 1 by root of 1 minus x square, right dear, x square, then you have dt by dx. ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? You have 1 by root of 1 minus x square dx is equal to dt. നിങ്ങളുടെ dt എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ്. ഓക്കെ, ഓൾറെഡി ഫ്രം ഹിയർ ഐ നോ ദാറ്റ് എന്താ 1 by സൈൻ ഇൻവേഴ്സിന് എന്നാ t. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദെയർ. Then you have 1 by this thing dx is what? dt dear. Integration is very easy, right? ഇതിൻ്റെ പവർ റൂൾ ഒന്ന് കൂട്ടുക, പവറിന് +1 താഴെ 1 + 1 2. So plus c, which what is t? Sin inverse x the whole square by 2 plus c dear. This is my 23rd question. Okay, on to 24th question. Integral 2 cos x minus 3 sin x by 6 cos x plus 4 sin x dear. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പേ, നമുക്ക് മാക്സിമം നമ്മൾ താഴത്തെ ഒന്ന് എടുക്കാൻ വേണ്ടി നമ്മൾ നോക്കുക. ബിക്കോസ് താഴത്തെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഡി എക്സ് ടേം മുകളിലത്തത് വെച്ച് കിട്ടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ദിസ് ഇസ് ലൈക്ക് സൈൻ എക്സ് കോസ് എക്സ് അങ്ങനെയൊന്നും അല്ല കിടക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഡിഫറെൻറ്റ് ടേംസ് ആയിട്ടാണ് കിടക്കുന്നത്. സോ ഒബ്വിയസ്ലി വി കനോട്ട് ഡു എനിത്തിങ്. സോ വി നീഡ് ടു അപ്ലൈ സം സബ്സ്റ്റിറ്റ്യൂഷൻസ് ഡിയർ. ബിക്കോസ് as you do with this thing, when you differentiate, I think like we will get the numerator. Let's see. Now this one, when you differentiate with respect to x, what I will get? 6 അതേപോലെ തന്നെയാണ്. നമ്മൾ കോസിന് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് കിട്ടും. പ്ലസ് 4 അതേപോലെ തന്നെയാണ്. എന്നിട്ട് നമുക്കിവിടെ എന്ത് കിട്ടും? സൈന് കോസ്. യെസ്, then t by dx dear, which implies what I have here. Okay, something like that. 4 cos x ഞാനൊന്ന് തിരിച്ചെഴുതി ഇതിനെ. എന്താണ് തിരിച്ചെഴുതിയത്? വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കോസ് കിടക്കുന്നു, ഇവിടെ സൈൻ കിടക്കുന്നു. നമ്മൾ താഴത്തെയാണ് എഴുതി ടി എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ വേണ്ടത് 2ഉം ഇവിടെ 3ഉം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഞാൻ 2 കോമൺ ആയിട്ട് എടുക്കുന്നു. 2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ 2 കിട്ടൂലേ? 2 cos x മൈനസ് ഇവിടെ നിന്ന് 2 വെളിയിൽ പോകുമ്പോൾ 3 sin x. യാ, എന്നിട്ട് ഓക്കെ, നമുക്ക് താഴെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഡി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. 2 ഇവിടെ ആവശ്യമില്ല, അതിനെ ഞാൻ താഴോട്ട് കൊണ്ടുപോകുക. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ്? 2 cos x minus 3 sin x is equal to no, dx is equal to
dt by dx ഇങ്ങ് പോയി ഈ 2 ഞാൻ താഴെ കൊണ്ടുവന്നു. അപ്പോൾ this complete thing is what? Your dt by 2. അങ്ങനെയാണെങ്കിൽ what I can write? Okay, I will do it here. Which gives me what? Okay, which gives me integral ഈ ഫുൾ സാധനവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഡി എക്സ് എല്ലാം കൂടെ എത്രയാണ് ഡി ടി ബൈ 2 ആണ്. എന്നിട്ട് താഴത്തെ എന്താ ടി ആണ്. അപ്പോൾ ഇറ്റ് വിൽ ബി 1 by t, the other whole thing is what? Your dt by 2. Right there. അങ്ങനെ 1 by 2 നമുക്ക് വെളിയിലെടുക്കാം. ഇൻ്റഗ്രൽ 1 by t dt dear. That is in fact all everyone know by now. That is log t plus c. That is equal to 1 by 2 log എന്താ ടേം 6 cos x plus 4 sin x plus c dear. This is gonna be your answer for your 24th. On to 25th question. Integral 1 by cos square x into 1 minus tan x square. Okay, tan x square dx dear. Okay. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഏതിനെടുക്കാം? നമുക്ക് 1 പ്ലസ് ഒക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താണ് നോക്കണമെങ്കിൽ 1 മൈനസ് ടാൻ എക്സിന് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ 1 മൈനസ് ടാൻ എക്സിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? ഇത് ആലോചിക്കാനുള്ള കാര്യമാണ് കേട്ടോ. അതിന് ഞാനൊന്ന് എഴുതുന്നെന്ന് മാത്രമേ ഉള്ളൂ. 1 0 ആവും. മൈനസ് ടാൻ എക്സ്, ടാൻ എക്സിൻ്റെ എന്താ ഡിഫറൻസിയേഷൻ? ഇറ്റ് ഇസ് മൈനസ് ഓൾറെഡി ഉണ്ട് അവിടെ. ദിസ് ഇസ് സീക്ക് സ്ക്വയർ എക്സ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഡി ടി ബൈ ഡി എക്സ്, അത് കുറച്ച് കഴിയുമ്പോൾ ഡി എക്സ് ഇങ്ങോട്ട് പോവും. പക്ഷേ അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഞാനൊന്ന് എഴുതി നോക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സീക്ക് എക്സ് ഡി എക്സ്, എന്നിട്ട് ഞാൻ മൈനസിന് ഞാൻ അപ്പുറത്തൊന്ന് കൊണ്ടുപോയി. ഫൈൻ, ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇവിടെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി നിങ്ങളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്ന് ആലോചിക്കണം കേട്ടോ. ഇത് അഥവാ ഞാൻ ടി ആയിട്ട് എടുത്താൽ എന്നിട്ട് അതിൻ്റെ ഡിഫറൻസിയേഷൻ എവിടെയെങ്കിലും കിടപ്പുണ്ടോ? സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് കിടപ്പുണ്ടോ? യെസ്, കിടപ്പുണ്ട്. എവിടെ കിടപ്പുള്ളത്? ഇവിടെയാണ് കിടപ്പുള്ളത്. പക്ഷേ ഇൻ എ ഡിഫറെൻറ്റ് ഫോം ഡിയർ. ഹൗ? 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്താ എഴുതുക? സീക്ക് സ്ക്വയർ എക്സ് ബൈ 1 മൈനസ് ടാൻ എക്സ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് എഴുതണം. അപ്പോൾ നമുക്കൊരു ലോജിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. Okay, that is what I showed it here earlier. Okay, this is how you get to like what to do. Cos square x നെ നമ്മൾ sec square എന്തിനാ ആക്കിയ? Because നമ്മൾ താഴത്തെ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ sec square dx എന്ന് വെച്ച് കഴിഞ്ഞാൽ d minus dt ആയിട്ട് കിട്ടും. So over here by in substituting all these values over here, what I will get? നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് t ആണെന്ന് മൈനസ് dt ആണെന്ന് അറിയാം. This thing is 1 by t square. ഇതെല്ലാം കൂടെ എത്ര? ഇൻറ്റു മൈനസ് ഡി ടി ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ മൈനസ് ഞാൻ വെളിയിലെടുത്തു. 1 ബൈ ടി സ്ക്വയർ ഡി ടി. ഇതുവരെ എന്തായാലും നിങ്ങൾക്ക് ഈ ടി സ്ക്വയറിനെ 1 ബൈ ടി സ്ക്വയറിനെ എങ്ങനെയാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെന്ന് അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ദിസ് വൺ പവർ റൂൾ വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണ്? Okay, after integration what you will get? T plus 1 minus 2 plus 1 plus c dear. What I will get? Minus t, ഇവിടെ എന്ത് കിട്ടും? minus 1 by minus 1 plus c. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ this minus and minus will be plus, so this will be 1 by t plus c. എന്താ 1 by t? 1 by t എന്താ? 1 minus tan x plus c dear. This is my answer for my 25th. 26th. Integral cos root x by root x dear. Root x താഴെയും root x കിടപ്പുണ്ട്. അപ്പോൾ let root x is equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? root x in 1 by 2 root x, then you have a dx equal to dt.
നമ്മുടെ പുറത്ത് വരുന്നത്. അപ്പോൾ അറിയവിടെ താഴെ കിടപ്പുണ്ട് റൂട്ട് എക്സ്. അപ്പോൾ നമുക്കത് റൂട്ട് എക്സ് മാത്രം മതി. ഓക്കെ, സോ വാട്ട് ഐ എം ഗോണ ഡു ഇസ് ദാറ്റ് ഐ എം ജസ്റ്റ് ഗോണ ബ്രിങ് ഇറ്റ് ഓവർ ഹിയർ. സോ അപ്പോൾ 2dt അവിടെ കഴിയും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നാൽ എന്താണ് 2dt ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ചെയ്യാം? കോസ് അവിടെ തന്നെ ഉണ്ട്, റൂട്ട് എക്സ് ടി ആണ്, 1/√x dx എന്താ? ദാറ്റ് ഈസ് 2dt. അപ്പോൾ 2 കോൺസ്റ്റൻറ്റ്, ദെൻ യു ഹാവ് കോസ് ടി ഡി ടി. എന്താണ് നമ്മളെ കോസിൻ്റെ സൈനാണ്, സൈൻ ടി പ്ലസ് സി ഡി. ദെൻ വാട്ട് ഈസ് ടി? സൈൻ ഓഫ് വാട്ട്? റൂട്ട് എക്സ് പ്ലസ് സി. ഇതാണ് നമ്മളെ ആൻസർ ഫോർ 26th. Then 27th. On to 27th question. Integral root of sin 2x cos 2x dx. അപ്പോൾ ഇതിനകത്ത് ഏതെടുക്കും? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, just go for try with the root here. What is there inside the root? Sin 2x is equal to t. Yeah, നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? with respect to x ചെയ്താൽ this will give me cos 2x, എന്നിട്ട് നമ്മൾ 2x ന്റെ 2, then dt by dx, that will go, we have here cos 2, so cos 2x dx, because നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം sin 2x ന്റെ cos 2x വെളിയിൽ കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. okay, that's equal to dt by 2 dear, because cos 2x ഇതാണെന്ന്. fine, അങ്ങനെയാണെങ്കിൽ what I can write, this is gonna be root of t, this whole thing is dt by 2 dear. 1/2 വെളിയിലെടുത്ത് എന്നിട്ട് t ന് എന്താ ചെയ്യുക? 1/2 t, that's equal to 1/2 t. ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണ്ടേ? സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ സ്റ്റിൽ plus c. okay, so that is 1/2 into t raised to, this will be 3/2 by 3/2, which implies 1/2 അവിടെ തന്നെ ഉണ്ട്. 3/2 നെ നേരെ തിരിക്കുമ്പോൾ എന്ത് പറ്റും? ഒന്ന് ആലോചിക്കുക. ഇത് നേരെ തിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ it will be 2/3, right? 2/3 t 3/2. അപ്പോൾ ഈ 2 ഉം 2 ഉം ക്യാൻസൽ ആയി. what I will get here is എന്താ കിട്ടല്? that is 1/3 t, then എവിടെ പോയി നമ്മളെ c 3/2 plus c dear, which is equal to 1/3 എന്താണ് നമ്മുടെ t is sin 2x whole raised to 3/2 plus c. This is my answer for my 27th year. On 28th, integral cos x by 1 plus sin x dx. താഴെ തന്നെ നോക്കി അറിയാം, ഞാൻ പൊതുവെ റൂട്ടിന് പറഞ്ഞിട്ടുണ്ട്. 1 plus sin x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? cos x മേളിൽ കിടക്കല്ലേ. അപ്പോൾ എന്തെഴുതാം? let 1 plus sin x is equal to t dear. When you differentiate, what you are gonna get? cos x is equal to dt by dx. and എന്തെഴുതാം? cos x dx is equal to dt. that is done. കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പം വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ 1 plus sin x എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? t ആണ്. അപ്പം ഞാൻ അവിടെ t എഴുതി. cos x dx എന്താ? dt ആണ്. that's it, done dear. then this one goes up, that will be minus half dt. that will be giving me what? okay, ഞാൻ full step എഴുതാം. by minus 1/2 plus 1 plus c, right? that's equal to t 1/2. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടും. ഇവിടെ നമുക്കൊരു 1/2 plus c, that's equal to, ഇത് മേളിൽ പോവും 2, right? tക്ക് എന്താ? ഇത് 1/2ൻ്റെ 2 മോളിൽ പോവും. tക്ക് എന്താ എഴുതാം? 1 plus sin x whole raised to 1/2 plus c. ഇതാണ് നമ്മളെ ആൻസർ.
പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാം വിച്ച് ഇസ് 2 1/2 അല്ലേ. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് പ്ലസ് സി ഡിയർ. ഇത് പ്ലസ് സി വെളിയിൽ. ഫൈൻ. This is my 28th question, dear. Then 29th. On to 29th question. Integral cot x log sin x dx, dear. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതെടുക്കണം എന്നുള്ളത്, ഇപ്പോൾ കോട്ട് എക്സ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? ഇല്ല. സൈൻ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ലെറ്റ് ലോഗ് സൈൻ എക്സ് എന്ന് നമുക്ക് ടി ആയിട്ട് എടുത്ത് നോക്കാം. ഓക്കെ, അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇഫ് വി ആർ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ എന്ത് കിട്ടും? ലോഗിന് ആദ്യം ചെയ്യുമ്പോൾ 1/sin x താഴെ തന്നെ വരും. ബിക്കോസ് ലോഗിൻ്റെ എന്തെന്നെ അകത്തുണ്ടോ അത് താഴെ വരും. ഇൻ ടു ഡിഫറൻസിയേഷൻ ഓഫ് ദാറ്റ് വൺ ഈസ് വാട്ട്? cos x. yeah, and your t is dt by dx. ഇതെന്ന് വെച്ചാൽ എന്താ? cos x by sin x dx is equal to dt. ഇതിവിടെ കിടപ്പുണ്ടോ? ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? എങ്ങനെ? cos x by sin x എന്ന് വെച്ചാൽ എന്താ? cot x dx is equal to dt. അല്ലേ? യെസ്. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് ഹിയർ, നമ്മൾ ഇതിന് എന്തെഴുതും? ടി എന്നെഴുതി. റൈറ്റ്. cos x dx ഇത് രണ്ടും cos x dx എന്തെഴുതും? dt എന്നെഴുതി. ഇൻറ്റഗ്രേഷൻ ഈസ് വെരി ഈസി ഡിയർ. t square by 2 plus c, right? That's equal to t square എന്ന് വെച്ചാൽ എന്താ? ഇതാണ്. That is log sin x the whole square by 2 plus c. ഇങ്ങനെ 1/2 എന്ന് എഴുതാം കേട്ടോ. That's 29th question. Okay, on to the 30th question. Integral sin x by 1 plus cos x. അപ്പോൾ ഞാൻ പൊതുവേ പറഞ്ഞു താഴത്തെ എടുക്കുക, ബിക്കോസ് മുകളിലത്തത് ഡി എക്സിൻ്റെ കൂടെ നമുക്ക് വേണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ലെറ്റ് ആൻഡ് താഴത്തെ കിടക്കുന്ന നോക്കിയേ കോസ്, അതിൻ്റെ ഡിഫറൻസിയേഷൻ മുകളിൽ കിടന്നുണ്ട് സൈന്. ഒബ്വിയസ്ലി ലൈക്ക് that would work. So let 1 plus cos x is equal to t എന്ന് എടുത്തു. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷ്യേറ്റ് എന്ത് കിട്ടും? മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും അല്ലേ? നമുക്ക് ചെയ്യുമ്പോൾ കോസിന് മൈനസ് സൈൻ, അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഡി എക്സ് മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ടി. ഇത് വേണം നമുക്ക് അവിടെ ഇടാൻ. അപ്പോൾ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 പ്ലസ് എന്ന് പറഞ്ഞാൽ താഴെ അത് ടി ആണ്. സൈൻ ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഡി ടി ആണ് ഡിയർ. ഓക്കെ, സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് 1/t dt. ഫൈൻ. അപ്പോൾ ദാറ്റ് ഈസ് log, that's equal to minus log എന്താ ഇവിടെ 1 plus cos x plus c d. That's my 30th question. On to 31st question. Integral sin x by 1 plus cos x the whole square. 1 plus cos x in the മേളിൽ കിടപ്പുണ്ട്. So let 1 plus cos x is equal to ഞാൻ t എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ്, റൈറ്റ്, മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് എനിക്ക് കിട്ടും. എനിക്കിവിടെ വേണ്ടത് സൈൻ എക്സ് ഡി എക്സ് ആണ്. അതുകൊണ്ട് ഞാനവിടെ മൈനസ് എന്ന് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by that would be t square ഡിയർ, and sin dx is minus dt. That would be minus will go out 1 by t square dt. അതിനെന്താ എഴുതാൻ പറ്റുക? ഇതിനെ മേളിൽ കൊണ്ടുപോകണം. So that will be minus t, okay, dt. Yeah, that is equal to minus എന്ത് പറ്റും? t raised to minus 2 plus 1 minus 2 plus 1 plus c, that is equal to minus minus 1 by minus 1 plus c അല്ലേ? that's equal to ഈ മൈനസും കൂടെ പ്ലസ് ആവും. ഈ 1 by t raised to 1 minus 1 എന്ന് പറഞ്ഞാൽ താഴെ വരും. so it will be 1 by t plus c.
അപ്പോൾ എന്താണെന്ന് എഴുതാൻ എനിക്ക് 1 by t plus c. 1 by t എന്താ 1 plus cos x, right, plus c. That's your answer for the 31st year. 32nd question. Integral 1 plus 1 by 1 plus cot x dx dear. ഇതിനെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്കൊന്നും ചെയ്യാനില്ല. Like then try to expand this one then. 1 by 1 plus cot x എന്താ cos x by sin x dx അല്ലേ? ഓക്കെ, അത് ചെയ്തു. അതിനുശേഷം ലെറ്റ്സ് മേക്ക് ഇറ്റ് ഇൻ മച്ച് സിംപ്ലർ വൺ ഡിയർ. ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് sin x plus cos x by sin x dx. That's equal to ഇതിനെ മേളിൽ കൊണ്ടുപോകാം. അപ്പോൾ sin x by sin x plus cos x dx. ഇനി നമുക്ക് ഏതിനെ എടുക്കാം? നമുക്ക് പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ട് താഴത്തെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗുഡ്, ബിക്കോസ് എന്നാൽ മേളത്തെ എനിക്ക് ഡി എക്സിൻ്റെ കൂടെ കിട്ടും, ഡി എക്സിനോടെ കിട്ടണം. ബട്ട് സൈൻ എക്സ് കോസ് എക്സ് എടുക്കുമ്പോൾ അവിടെ ഉണ്ടോ? ഇല്ല, റൈറ്റ്, യു ഡോണ്ട് ഹാവ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ലൈക്ക് വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഓൺ ദീസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇസ് ദാറ്റ് make some term which is sin x cos x over there. ഓക്കെ, നമുക്ക് മേളിൽ അങ്ങനെ എന്തെങ്കിലും ടേം വല്ലതും ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ മേളിൽ 2 sin x എന്ന് എഴുതിയാൽ sin x cos x dx എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മുകളിൽ ഇട്ടപ്പോൾ എനിക്ക് എന്തായാലും താഴെ ഒരു 1/2 ഇടേണ്ടി വരുമല്ലോ. ഷുവർ, ഓക്കെ, അത് ഞാൻ ഇട്ടു, റൈറ്റ്. ഇതെന്തിനാണ് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഓരോന്നോരോന്നായിട്ട് ബിൽഡ് ചെയ്ത് എഴുതാം കേട്ടോ. സൈൻ എക്സ് എന്ന് വെച്ചാൽ എന്താ? സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് തന്നെയല്ലേ? യാടിയ ഇത് അടുത്ത ഇതിനെ നമുക്ക് എങ്ങനെ നമുക്ക് പിന്നെയും ചെയ്യാം? ഇപ്പം ഈ ഒരു സൈൻ എക്സ് പ്ലസ് കോസ് എക്സിന് ഞാൻ ഇതിൻ്റെ സൈൻ എക്സ് ബൈ ഇതും സൈൻ എക്സ് ബൈ ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് രണ്ടും ഒന്ന് തന്നെയാണല്ലോ. ഇനി നമുക്ക് കോസിന് നമുക്ക് മേളിൽ കൊണ്ടുവരാൻ വല്ലതും പറ്റുമോ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 1/2 ഇസ് ഓവർ ദർ, ദെൻ ദ ഹോൾ കേട്ടോ, ദിസ് ഇസ് കംപ്ലീറ്റ് 1/2. ദെൻ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാണോ? സൈൻ എക്സ് പ്ലസ് ഒരു കോസ് എക്സ് ഇട്ടു, എന്നിട്ട് സൈൻ എക്സ് മൈനസ് ഞാൻ കോസ് എക്സ് ഇട്ടു. ഒന്ന് നോക്കിയേ, കറക്റ്റ് അല്ലേ? റൈറ്റ്, ഹാവ് ഇറ്റ് ഹിയർ ദ കംപ്ലീറ്റ് ടേം, ബിക്കോസ് കോസും കോസ് ക്യാൻസൽ ആയിപ്പോൾ ഇവിടെ 2x കിട്ടും. ആ 2 കൂടെ കട്ടായിപ്പോൾ യു ആർ ഗെറ്റിംഗ് ബാക്ക് ദ ക്വസ്റ്റ്യൻ ഡിയർ. ഫൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എന്തിനാണ് ഞാൻ അങ്ങനെ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ദാറ്റ് ഐ ക്യാൻ സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു 2 ഡിയർ. വൺ ഇസ് sin x plus cos x by sin x plus cos x dx യാ, അല്ലെങ്കിൽ അതും ഇത് 1/2 വെളിയിൽ പ്ലസ് ഇൻ്റഗ്രൽ sin x minus cos x by sin x plus cos x dx. ഇതിനെ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്തൂടെ? പക്ഷേ ബിഫോർ ദാറ്റ് വാട്ട് ഐ ക്യാൻ ഡു ഇസ് ദിസ് കുഡ് ബി ക്യാൻസൽഡ് ഹിയർ. ദിസ് ഇസ് 1 dx. ഇവിടെ എന്താ? ഇവിടെ അതേപോലെ തന്നെ വരും. സോറി, sin x minus cos x by sin x plus cos x dx. ഇതിനെ ഞാനിനി ചെയ്യേണ്ടി വരും. ബിക്കോസ് ഓൾറെഡി ദിസ് വൺ ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് എക്സ് ഡിയർ. ഇത് എക്സ് അല്ലേ? അപ്പോൾ എനിക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കിത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതിനെയാണ് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ഞാനിപ്പം ടീന്നെടുത്താൽ കോസ് എക്സിനെ ഞാൻ ടീന്നെടുത്ത് കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? സൈൻ എക്സിന് കോസ് എക്സ് എന്ന് കിട്ടും. യാ, കോസ് എക്സിന് മൈനസ് സൈൻ എക്സ് എന്ന് കിട്ടും.
എന്നിട്ട് dx is equal to dt. ഇവിടെ നിന്ന് എനിക്ക് കിട്ടേണ്ട എന്താ sin x ഉം മൈനസ് കോസ് എക്സ്. അപ്പം ഞാനൊരു മൈനസ് വെളിയിലെടുത്തു. എന്നാൽ എനിക്കിങ്ങനെ കിട്ടൂലേ sin x മൈനസ് കോസ് എക്സ് dx is equal to dt എന്ന്. യാ അത് മേളിലുണ്ടാ? മേളിൽ ഇങ്ങനെ ഉണ്ടല്ലോ, sin x മൈനസ് കോസ് എക്സ് dx is equal to minus dt ഇല്ലേ അവിടെ? So I can substitute over here, dear. So 1/2 into, yeah, this is your x plus ഇവിടെ എന്ത് കിട്ടും എനിക്ക്? ഇവിടെ ഇൻ്റഗ്രൽ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, ഇൻ്റഗ്രൽ യു ഹാവ് വാട്ട്, മേളിലത്തതെല്ലാം കൂടെ ഡി ടി ആണ്, താഴത്തത് വന്നിട്ട് ടി. സൈൻ എക്സ് മൈനസ് കോസ് ടി, സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ? മൈനസ് ഡി ടി ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഡിയർ. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എക്സ് പ്ലസ്, ഇതിനെന്താ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്ലസ് ഇവിടെ മൈനസ് ആവാം അടുത്ത സ്റ്റെപ്പിൽ, ബിക്കോസ് ഐ വോണ്ട് ടേക്ക് ദറ്റ് മൈനസ് ഔട്ട് സൈഡ്. അപ്പോൾ ഇവിടെ മൈനസ് ആണ്. 1/t എന്താ? ലോഗ് ടി പ്ലസ് സി ഡിയർ. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് മൈനസ് ലോഗ് ടി എന്താ? ദിസ് വൺ, which is your sin x plus cos x plus c ഡിയർ. വേണമെങ്കിൽ നമുക്ക് 1/2 അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് യുവർ 32nd ക്വസ്റ്റ്യൻ. കുറച്ച് ലെങ്തി അല്ലേ, പക്ഷേ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. ഓക്കെ, ദിസ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വിച്ച് യു നീഡ് ടു ജസ്റ്റ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. വാട്ട് സോർട്ട് ഓഫ് എൻ അഡ്ജസ്റ്റ്മെൻറ്റ് വി ഹാവ് ഡൺ ഹിയർ. ഫൈൻ, ദെൻ ഓൺ ടു ദ നെക്സ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ 1/1 plus tan x dx ഡിയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് വെരി മച്ച് സിമിലർ ടു ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ വാട്ട് വി ഹാവ് ഡൺ അല്ലേ? നമ്മൾ എന്താ മുമ്പ് ചെയ്ത് അതിൻ്റെ സെയിം പോലെ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ചെയ്തത്? കഴിഞ്ഞ വർഷം നമ്മൾ ടാൻ വന്നിട്ട് അല്ലെങ്കിൽ കോട്ടൺ ആയിരുന്നു, ഈ വർഷം നമ്മൾ ടാൻ എഴുതുന്നു, എക്സ്പാൻഡ് ചെയ്തു. സോ വാട്ട് ഐ വിൽ ഗെറ്റ് ഹിയർ? ഇൻറ്റഗ്രൽ 1/cos x minus sin x by cos x dx ഡിയർ. അതിനെ നമുക്ക് ഇതിനെ നേരെ തിരിച്ച് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് cos x by cos x minus sin x dx. റൈറ്റ്, അങ്ങനെ എഴുതി. ഇനി അടുത്തത് ഞാൻ നേരത്തെ എന്ത് ചെയ്തായിരുന്നു? ഇവിടെ ഒരു 1/2 ഇട്ടു, എന്നിട്ട് മേളിൽ ഞാനൊരു 2 ആഡ് ചെയ്തു. because I need to get a 2 here, because താഴെ കിടക്കുന്ന പോലത്തെ എനിക്ക് ആക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ അത് ആക്കിക്കൊണ്ടിരുന്നത്? ഈ 2നെ ഞാൻ 2 പ്രാവശ്യം എഴുതുകയും, ഓക്കെ, കോസ് എക്സ് ആദ്യത്തെ ഒരു പ്രാവശ്യം പ്ലസ് സൈൻ എക്സ് എന്ന് എഴുതി, പ്ലസ് കോസ് എക്സ് രണ്ടാമത്തത് മൈനസ് സൈൻ എക്സ്. അപ്പോൾ സൈൻ എക്സും മൈനസ് സൈൻ എക്സും കൂടെ ക്യാൻസലായി പോകും. സോ യു വിൽ സ്റ്റിൽ ഗെറ്റ് 2 കോസ് എക്സ് ഡിയർ. ദെൻ യു ഹാവ് ഇൻ ദ ഡിനോമിനേറ്റർ കോസ് എക്സ് മൈനസ് sin x, then you have dx dear. So that's it. Now once this is done, then half into, I'm going to split this one down. That is cos x plus sin x by താഴത്തത് എന്താണ്? cos x minus sin x dx. Yeah, then you have plus half integral, you have cos x minus sin x by cos x minus sin x dx. Those cancel aipo. So what I will get? Half of this one. Okay, that already you know, you need to do with the substitution dear. Cos x minus sin x dx plus idine integrate endu kittum? Okay, this is 1 dx dear. Okay, we will integrate it together. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് എന്താ എഴുതുന്നത്? cos x പ്ലസ് sin x is equal to t എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ cos x എന്താ? മൈനസ് sin x അല്ലേ? and this one is what?
cos x. നമ്മൾ ഏതിനെടുത്തേ? നമ്മൾ താഴത്തേന് എടുക്കാം, ബിക്കോസ് മുകളിലത്തേന് എടുത്തിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് താഴത്തേനാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ ദിസ് ഇസ് മൈനസ് cos x മൈനസ് sin x. അപ്പോൾ ഇത് നമുക്ക് മൈനസ് എന്ന് കിട്ടി. ദിസ് ഇസ് അഗെയിൻ മൈനസ്. then you have what? dt by dx. ഇവിടെ ഞാൻ മൈനസ് വെളിയിലെടുത്തു, അപ്പോൾ sin x plus cos x, then you have dx comes over here, then dt. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാം, sin x plus cos x dx is equal to minus dt എന്ന് എഴുതിക്കൂടെ? യെസ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കിടക്കുന്നത് എല്ലാം കൂടെ. So what I can write? Half of what? Integration. This thing is what? t. 1 by t. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് എന്താ? മൈനസ് ഡി ടി പ്ലസ് ഹാഫ് ഓഫ് 1 dx. Yeah. That is equal to half of this one is log t, dear. There is a minus also. Minus, e minus. Plus half. ചിലപ്പോൾ ഈ മൈനസ് വിട്ടു, അതുകൊണ്ട് നമുക്ക് രണ്ടാമത് എഴുതാം കേട്ടോ. എക്സ് പ്ലസ് സി. സോ ഞാൻ ഫസ്റ്റ് ഈ ടേം എഴുതി. ദെൻ യു ഹാവ് എ മൈനസ് 1 by 2 log, you have t. t എന്താ? cos x minus sin x plus c, dear. This is my answer for my 33rd question. On to 34th question. Integral root tan x by sin x cos x, dear. dx. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? മേ ബി ലൈക്ക് ചിലവരിങ്ങനെ വിചാരിക്കും, sin എക്സിന് ഞാൻ sin x cos x എന്നെടുക്കാം, പിന്നെ ബൈ sin x cos x, yeah, dx. Then what we can do? sin എക്സിനോ cos എക്സിനോ ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. So we cannot do it like this, dear. So this is something which you need to think. If you have some root tano അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, നമുക്ക് വേറെ ഫർദർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ, what you can do here is just remove the root from the top. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴെ മുകളിലും ഒരു tan x വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ബൈ tan x വെച്ചിട്ട് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്തോ. ഓക്കെ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ what I will get here is, this one will be tan x by this will be sin x cos x root tan x, right dear? Tan x, and where is my dy by dx? Dx, sorry, dx. Yeah, അപ്പോൾ അത് എഴുതി. that is equal to, ഇനി ഇതിനെ നമുക്കൊന്ന് എഴുതിയാൽ sin x by cos x അല്ലേ? sin x by cos x whole by sin x cos x tan x. Okay, that's equal to, ഇതിനെ ഇപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ എത്ര? 1. അപ്പോൾ ഇതിനെ റെസിപ്രോക്കേറ്റ് ചെയ്താൽ what I will get is sin x by sin x cos x ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആവും. അപ്പോൾ അവിടെ ഒരു cos x ഉണ്ട്, then you have a root tan x. ഒന്ന് നോക്കി നോക്കിയാൽ ഞാൻ എല്ലാ സ്റ്റെപ്പ് എഴുതിയോട് പറഞ്ഞുകൊണ്ടോ, ആക്ച്വലി ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ മതിയായിരുന്നു. ദാറ്റ് ഈസ് സൈൻ, ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ വേണ്ടി ഇരുന്നത്, പിന്നെയും ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്ന് മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. സൈൻ എക്സ് യു വിൽ ഗെറ്റ് cos square x root tan x dx, dear. Yeah, അപ്പോൾ sin x ക്യാൻസൽ ആയി. എന്നിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ടാൻ ഉണ്ട്, അപ്പോൾ ഒരു സീക്ക് വരണം. എങ്ങനെ സീക്ക് വരും? ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ സീക്ക് ആവില്ലേ? അപ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ബൈ റൂട്ട് ഓഫ് ടാൻ എക്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഏകദേശം ആയില്ലേ? കോസ് എക്സിനെ മേളിലോട്ട് കൊണ്ടുപോകുമ്പോൾ
it will be sec square x. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് tan എടുത്തു കഴിഞ്ഞാൽ tan x is equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ ടാൻ്റെ ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്താ sec square x dx is equal to dt ഇല്ലേ മേളിൽ. So what I can substitute, I can write like this 1 by root t dt എന്ന് എനിക്ക് എഴുതാം. ഫൈൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എങ്ങനെയാ മേളിൽ കൊണ്ടുപോകും, ദാറ്റ് ഇസ് മൈനസ് 1/2 dt ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ +1. ഓക്കെ, ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതേണ്ടി വരില്ല. യു വിൽ ഈസിലി ഡു ഇറ്റ് ബൈ yourself. You will get to know like when you integrate this one or this one, what you will get. Okay, idendu kittum t half ennu kittum by this is also 1/2 half plus c dear. Yeah, that is equal to 2 molipo. Then you have t is what? T is tan, right? Tan x whole raised to 1/2 plus c, that's equal to 2. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, root tan x plus c dear. This is gonna be the answer for 34. On to 35th question. Integral 1 plus log x by x 1 plus log x the whole square by x dx dear. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? Like what I can see here is 1 plus log x ൻ്റെ എന്താ 1/x താഴെ കിടപ്പുണ്ട്. അപ്പോൾ ലെറ്റ് 1 പ്ലസ് ലോഗ് എക്സിനെ ഞാൻ ഇപ്പോൾ ടി ആയിട്ട് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഞാൻ എന്ത് കിട്ടും? ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വാട്ട് ഐ വിൽ ഗെറ്റ് 1 0 ലോഗ് എക്സിന് എന്താ 1/x. ആ 1/x താഴെ കിടക്കുന്നില്ലേ? ദെൻ യു ഹാവ് വാട്ട് dt by dx which I can write 1/x dx is equal to dt. അപ്പോൾ 1/x dx is equal to dt. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് 1 പ്ലസ് ലോഗ് എക്സിന് ടി സ്ക്വയർ, യാ 1/x dx ന് dt. ഇതിനെ ചെയ്യാൻ ഈസി അല്ലേ? പവറിന് 1 ആഡ് ചെയ്യണം, പ്ലസ് സി, ദാറ്റ് ഇസ് ടി ക്യൂബ് എന്ന് വെച്ചാൽ എന്താ 1 പ്ലസ് ലോഗ് എക്സ് ആണ് നമ്മുടെ ടി, ദെൻ ക്യൂബ് ബൈ 3 പ്ലസ് സി. ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ എഴുതിയാലും നമുക്ക് കറക്റ്റാണ്. 1 പ്ലസ് log x the whole cube plus c. ഓക്കെ, ചിലതിനകത്ത് 1/3 ഇട്ടിരിക്കും, ഞാനിത് whole by 3 ഇട്ടു. ഓക്കെ, എവറിത്തിങ് ഈസ് സെയിം. ഓൺ ടു 36 question. Integral x plus 1 into x plus log x the whole square by x dear. അപ്പോൾ നമ്മൾ പൊതുവേ ഇപ്പോഴൊക്കെ ഒരു ഇല്യൂഷൻ കിട്ടി കാണണം, നമുക്ക് ഏതിനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നമുക്കൊന്ന് ഈ സ്ക്വയറിനകത്ത് കിടക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കാം. ലെറ്റ് x പ്ലസ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്നെടുത്തു. ബിക്കോസ് എനിക്കൊരു ഇല്യൂഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് 1 ഇത് 1 ആവും, പ്ലസ് ലോഗ് എക്സിന് എന്താ 1/x. സോ 1/x ഉണ്ട്, ഇവിടെ ഒരു x ഉണ്ട്. സോ മേ ബി ലൈക്ക് ദിസ് വിൽ ബി ദ 1. Okay, so when you differentiate with respect to x, what you will get? 1 plus log x എന്താ 1/x, t എന്താ dt by dx, that x will go here, but I am gonna take the LCM over here. ഞാൻ LCM എടുക്കും, x കൊണ്ട് multiply ചെയ്താൽ x plus 1/x, dx will come here, and dx, it's perfect dear. Yes, 1/x by x ഇതുണ്ടോ, 1 plus x by x dx എന്താ dt ആണ്. So how I can rewrite this one? ഇതന്നെ എന്താ t, that is t square. ഇത് ഇതും കൂടെ ചേർത്തിട്ട് it is dt dear. So what is my integral dear? dq by 3 plus c. What is t? X plus log x the whole cube by 3 plus c. It's gonna be 26 then. 37 question. Integral x cube sine tan inverse x raised to 4 by 1 plus x raised to 8 dx dear. അപ്പോൾ ഇവിടെ തന്നെ 1 plus x raised to 8 എന്ന് പറയുമ്പോൾ when we compare over here ഒരു 4 the whole square എന്നുള്ളൊരു ഫീൽ വരുന്നില്ലേ? ഒന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുമെന്ന്. Let tan inverse x raised to 4 is equal to t എന്ന് ഞാൻ എടുത്തെന്ന് വെച്ചോ.
ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും 1/1 പ്ലസ് ഇതിൻ്റെ അകത്ത് എന്താണോ അതിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു അതിനകത്ത് കിടക്കുന്ന ഡിഫറൻസിയേഷൻ എന്താ 4 എക്സ് സ്ക്വയറിൻ്റെ എക്സ് റൈസ് ടു 4ൻ്റെ ഡിഫറൻസിയേഷൻ 4 ഇൻറ്റു എക്സ് റൈസ് ടു 3 ദാറ്റ്സ് ഈക്വൽ ടു dt/dx ഡിയർ. ഇനി നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ടോ നോക്കിയേ. ഒരു എക്സ് ക്യൂബ് ഉണ്ട്, അതിൻ്റെ താഴെ വന്നിട്ട് 1/, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റില്ലേ 1 പ്ലസ് എക്സ് റൈസ് ടു 8. അപ്പോൾ 1 പ്ലസ് എക്സ് റൈസ് ടു 8 ഉണ്ട്. ദെൻ മേളിൽ വന്നിട്ട് എക്സ് ക്യൂബ് ഉണ്ട്. മേളിൽ വന്നിട്ട് എക്സ് ക്യൂബ് ഉണ്ട്. ഇത് 4 ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. dx ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. dt-ൻ്റെ താഴെ ഞാൻ ഈ 4 താഴെ കൊണ്ടുപോവാണ്. ജസ്റ്റ് ചെക്ക് ഇറ്റ്. നൗ ഗോണ റീപ്ലേസ് ദിസ് വൺ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് ക്യൂബ് ഇത് ഈ ഒരു ഹോൾ തിങ് ഇത് എല്ലാം കൂടെ ഇതാണ് dt/4 ആണ്. ഇതെന്താ? സൈൻ ടാൻ ഇൻവേഴ്സ് എന്താ? ടാൻ ഇൻവേഴ്സ് t raised to 4 is t. This the whole thing is dt/4. അപ്പം 1/4 ഞാൻ വെളിയിലെടുത്തു. എനിക്കുള്ള എന്താ? സൈൻ ടി dt. എന്താ സൈൻ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് കോസ് ടി പ്ലസ് സി. ദാറ്റ് ഇസ് ഈക്വൽ ടു -1/4 കോസ് ദെൻ ടി എന്ന് വെച്ചാൽ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് റൈസ് ടു 4 plus c ഡിയർ. This is my 37th. 38th question. Integral 10 x raised to 9 plus 10 raised to x log e to the power 10 by x raised to 10 plus 10 raised to x dx dear. And you have these 4 options. We just need to select it which one is the correct one dear. Okay, let's integrate. നമുക്ക് താഴെ തന്നെ നമുക്ക് അറിയാം 10 എക്സ് റൈസ് ടു 10ൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ ഡിഫറൻഷ്യൽ മേളിൽ കിടപ്പുണ്ട്. സോ what I will do is that, okay, we don't need to do all those step by step and all there, because it is just to choose from here. Okay, we will do it a little quick. I'm gonna take, okay, this as t and all എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ടി ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അത് കിട്ടുമെന്ന് നോക്കാം. ഇതെന്തായാലും നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? റൈസ് ടു 9 കിട്ടി. ഫൈൻ. ദെൻ ദിസ് വൺ ഇതെങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരെ? ഓക്കെ, ഇതവിടെ കിടക്കട്ടെ. ഇനി ഓക്കെ, ഇത് കിടക്കട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ഡിഫറൻസിയേഷൻ എന്ന് നമുക്കിവിടെ നോക്കി നോക്കാം. അതായിരിക്കുമല്ലോ മുകളിലാണെങ്കിൽ മുകളിൽ കിട്ടുമെന്നുള്ള, അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ ഇത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ചെയ്യുക? 10 raised to x is equal to നമ്മൾ പണ്ട്, ഓക്കെ, ടി വേണ്ട, നമുക്ക് യു ആയിട്ട് വല്ല എടുക്കാം. പണ്ട് നമ്മൾ എടുത്ത വല്ല ഓർമ്മയുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എന്താ എടുത്തുകൊണ്ടിരുന്നത്? ലോഗ് 10 raised to x ലോഗ് യു എന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ഞാൻ കൺഫ്യൂഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ലോഗ് യു ഈ സൈഡിലാക്കാം. ഓക്കെ, ഇതിന് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെ എക്സിനെ നമ്മൾ താഴെ കൊണ്ടുവന്നു. ലോഗ് യു ഇസ് ഈക്വൽ ടു എക്സിനെ താഴെ കൊണ്ടുവന്നു. എന്നിട്ട് ലോഗ് 10, റൈറ്റ്. എന്നിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? 1/u du/dx എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? എക്സ് ഇൻറ്റു ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്, സോ ഇറ്റ് വിൽ ബി 0. സോ ലോഗ് 10, ഓക്കെ, ദെൻ 1 ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ, ഓക്കെ, ബിക്കോസ് എക്സ് ഇൻറ്റു ദസ് നമ്മളെ പ്രോഡക്റ്റ് റൂളല്ലേ, എക്സ് ഇൻറ്റു ലോഗ് 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്, പ്ലസ് ലോഗ് 10 ഇൻറ്റു x1. ഇതൊക്കെ അറിയാമെന്നുള്ളതാണ് നിങ്ങൾക്ക്, അതുകൊണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് du/dx എന്താ കിട്ടുന്നത്? യു മോളിൽ പോവും. യു എന്ന് വെച്ചാൽ എന്താ? 10 raised to x ലോഗ്, ഇത് ആക്ച്വലി e to the power 10 ആണ് ആക്ച്വലി. മോളിൽ കിട്ടിയോ? ഓക്കെ, യു ഓൾമോസ്റ്റ് ഗോട്ട് ഹിയർ, റൈറ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസിയേഷനാണ് നമ്മൾ മേളിൽ കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ വേണ്ടി പറ്റും? ദിസ് ഹോൾ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നമ്മൾ സ്റ്റെപ്പ് എഴുതി വരുമ്പോൾ നമുക്ക് എന്താ എഴുതുന്നത്? 10x raised to 9 പ്ലസ് ഇവിടെ ഇതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താ? ഇതാ, ദാറ്റ് ഈസ് 10x log e to the power 10 or e to the base 10, then that is equal to dx is equal to dt എന്ന് പറഞ്ഞിട്ട് അതിനല്ലേ മേളിൽ കിടക്കുന്ന dt. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ എന്തെഴുതാം? താഴത്തേനെ നമ്മൾ ടി ആയിട്ട് എടുത്തു, മേളത്തതെല്ലാം കൂടെ ചേർത്ത് എന്താ? dt. ദാറ്റ്സ് ഈക്വൽ ടു വാട്ട്? ലോഗ് ഓഫ് ടി അല്ലേ, പ്ലസ് സി. അപ്പോൾ ലോഗ് ഓഫ് ടി എന്ന് വെച്ചാൽ എന്താ? ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഹോൾ തിങ് ഡിയർ, ദിസ് ഹോൾ തിങ്.
അപ്പോൾ എന്താ x raised to 10 plus x raised to 10 raised to x plus c dear. ഇതിനകത്ത് ഏത് ആൻസറാ? D. Okay, that's the answer for 38 dear. On to 39th question. Integral d by sin square x cos square x dx dear. അപ്പോൾ ഇതിനെ നമുക്ക് sin square cos square ഓക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യേണ്ടി വരും. എന്നാലും മാത്രമേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. ബിക്കോസ് ഓൾ യു നോ ദാറ്റ് ദിസ് ഇസ് വാട്ട് sin square cos square x dx അല്ലേ 1/1നെ നമുക്ക് എന്തെന്ന് എഴുതാം? 1നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? sin square x plus cos square x എന്ന് by you have sin square x cos square x. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ, just split it here. What do you have? sin square x by sin square x cos square x, yeah, dx, plus you have cos square x by sin square x cos square x dx. That's equal to idum cancel ആയി പോകും, idum cancel ആയി പോകും. What you will get? 1 by you have cos square x dx plus 1 by sin square x dx dear. ഇതിനെന്താ എഴുതാൻ പറ്റുക? 1 by cos square എന്ന് വെച്ചാൽ sec square x dx plus ഇതെന്ന് വെച്ചാൽ എന്താ? cosec square x dx. ഇന്ന ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ? എന്താ? cosec square xൻ്റെ tan x അല്ലേ? tan x നമുക്ക് tan x അടുത്ത കൊസീക്കിൻ്റെ എന്താ? മൈനസ് cot x plus c dear. So this is B. So that was the end of our exercise dear. So that's over, 39 questions. It was little hectic. But it's okay, like you just need to practice very well dear, then only you will get a concept of how really you need to, or where exactly you need to substitute and all. അപ്പോൾ കുറേ കാര്യങ്ങൾ നോക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ആൻഡ് വെരി സൂൺ, ലൈക്ക് വെരി സൂൺ ഐ തിങ്ക് maybe within a few days you will be getting your 5-year previous year question papers or solved ones. I will put an exercise. Make sure that all the questions regarding the integration നിങ്ങൾ exam point of view ൽ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്, because നിങ്ങൾ അടുത്ത എക്സാംസ് ഒക്കെ വരികയല്ലേ before your boards. So make sure that you practice those questions, integration full questions ഒന്ന് practice ചെയ്യുക, because integration is gonna be playing a major role. Okay, അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ എക്സസൈസ് തീർക്കാൻ വേണ്ടി നോക്കാം. This chapter is also a little lengthier. You have almost like 13 exercises. So this is just in fact the second one. So let's make sure that like we finish off as soon as possible. Yeah, and as well as I can give you the other calculus chapters too. Okay, yeah, this is Arun here. See you on the next section then. Bye. Take care.